സദ്വേഷണം. ഇന്ന് സാത്താൻ്റെ വേദോപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു പഴമൊഴിയില്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ? സാത്താൻ വേദോതുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഗുരുരത്നജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അതായത് ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന ഹരികുമാർ മണിയൻ്റെ ഒരു പ്രഭാഷണം വ്രതത്തെക്കുറിച്ച്, വ്രതവും ആത്മപരിവർത്തനവും, അതാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്താണ് പറയണതിൻ്റെ കഥാസാരം എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ ആ ഒരു പരമ്പരയിൽ എക്കാലത്തും ആത്മീയാനുഭവമുള്ള ഒരു ഗുരുവുണ്ടായിരിക്കും. ആ ഗുരുവിന് അവസ്ഥ പൂർത്തീകരിച്ച ഫെബ്രുവരി 22 കുറിച്ച് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്ന് പറയാം. അപ്പോൾ അതിൽ അദ്ദേഹം വ്രതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സാത്താൻ്റെ വേദോപദേശം ഒന്ന് കേൾക്കാം. കേട്ടിട്ട് അതിനോടനുബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. പൂജിത പീഠം സമർപ്പണം അർദ്ധവാർഷിക കുംഭമേള 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച നമ്മുടെ ആശ്രമത്തിലെ ഏറ്റവും പുണ്യവും പ്രകാശഭരിതവുമായ ആഘോഷവേളയായി ആചരിക്കുകയാണ്. ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ ദിവ്യമായ മഹിമ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത ദിനം. ശാന്തിഗിരി പരമ്പരയിൽ ഈ മഹോത്സവം 41 ദിവസത്തെ വ്രതസങ്കല്പങ്ങളുടെ പരിസമാപ്തിയാണ്. കേട്ടില്ലേ? ശാന്തിഗിരി പരമ്പരയിലെ ഏറ്റവും പുണ്യമായ ദിനമാണ് ഫെബ്രുവരി 22 എന്നാണ് പറയുന്നത്. ആ ഫെബ്രുവരി 22 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശാന്തിഗിരി പരമ്പരയിലെ യഥാർത്ഥ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ വിശ്വസിക്കുന്നവർക്കുള്ള കരുദിനമെന്നറിയപ്പെടുന്ന ആഭാസ ദിനമാണ്. ആഭാസ പൂർത്തീകരണ ദിനം. അവസ്ഥാപൂർത്തീകരണ ദിനമല്ല, ആഭാസ പൂർത്തീകരണ ദിനം. കാരണം എനിക്ക് അത് ആധികാരികമായിട്ട് കുറച്ചുകൂടി ഇതിൽ പറയാൻ പറ്റുന്ന വെച്ചാൽ, ഗുരുവിൻ്റെ കുടുംബാംഗമായ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനുജനെ വിളിച്ചിറക്കി ഈ അമൃതാജിനിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ചുകൊണ്ട് പോയിട്ട് വകവരുത്തിയ ഒരു ദിവസം കൂടിയാണ് ഈ ഫെബ്രുവരി 22 രാത്രി. മനസ്സിലായത്? ഈ ആഘോഷത്തിൽ പങ്കെടുക്കാമെന്നാണ്. അങ്ങനെ ഈ ആഘോഷം നടക്കുന്ന ഏത് സമയത്തും എന്തെങ്കിലും ഒരു അനർത്ഥം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും പരമ്പരയിൽ. മനസ്സിലായോ? അപ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യമായ, ഈ അമൃത എന്ന് പറയുന്നവരെ സംബന്ധിച്ചും ഗുരുരത്നം എന്ന് പറയുന്ന ഹരികുമാറിനെ സംബന്ധിച്ചും അത് പുണ്യദിനങ്ങളാണ്. കാരണം അവരുടെ ആഭാസ പൂർത്തീകരണ ദിനമാണത്. മനസ്സിലായി? അതിനെയാണ് അവർ അവസ്ഥാ പൂർത്തീകരണം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു കൂട്ടുന്ന ഇല്ലീഗൽ ആയ എല്ലാ കാര്യങ്ങളുടെയും പങ്കുപറ്റുന്ന വിശ്വാസി പരമ്പരയും. മനസ്സിലായില്ലേ? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ഇവർക്ക് വേണ്ടി നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുകയും ഒട്ടനവധി കാലം നമ്മളും അതിനോ ഫോളോ ചെയ്തു. കാരണം എന്താണ്? ഗുരുവിൻ്റെ ഐഡിയോളജിയാണ് പിന്തുടർന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. മനസ്സിലായി? ഗുരുവോടൊപ്പം വസിച്ചതും അല്ലെങ്കിൽ ഗുരുവിനെ നമ്മൾ അനുഭവിച്ചതും നമ്മൾ ഗുരുവിൻ്റെ സ്നേഹം അറിഞ്ഞതും എല്ലാം ഗുരു പരമ്പരയിൽ ആത്മീയപരമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അനുഭവത്തിലായാലും കൊള്ളാം, അല്ലെങ്കിൽ പറഞ്ഞായാലും കൊള്ളാം, ഗുരുവാണികളിലൂടെ ആയാലും കൊള്ളാം, ഒരുപാട് കാര്യങ്ങൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഘടകവിരുദ്ധമായിട്ട് അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഗുരുവാണികളെ അപ്രസക്തമാക്കി ഗുരുവിൻ്റെ ഫോട്ടോസ്, ഗുരുവിൻ്റെ വീഡിയോസ് ഇതൊക്കെ കാണുന്നത് പാവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചിട്ട് പുതിയൊരു നവഗുരുവിനെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു എന്താ പറയുക നികൃഷ്ട ദിനമാണ് ഈ പറയുന്ന ഫെബ്രുവരി 22. എവിടെ? ശാന്തിഗിരി പരമ്പരയെ സംബന്ധിച്ചുള്ള ആഘോഷം. ഫെബ്രുവരി 22 കുഴപ്പമില്ലത്. ഇവിടെ ആഘോഷിക്കുന്ന ആ ഒരു അവസ്ഥാ പൂർത്തീകരണം എന്ന് പറയുന്ന ആഭാസ പൂർത്തീകരണത്തിൻ്റെ നാടകത്തിൻ്റെ ആ ഒരു ഓർമ്മ ദിനം, അതിൻ്റെ 25ാമത്തെ ദിനമാണ് വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സാത്താൻ വേദോതുന്നത് നമുക്ക് കേൾക്കാം. ബാക്കി കൂടി ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മാനുഭവമുള്ള ഒരു ഗുരു ഉണ്ടാകുമെന്ന ദൈവവാക്കിൻ്റെ സഫലീകരണമായി ഗുരുസ്ഥാനത്തേക്ക് ഗുരുസ്ഥാനീയായ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമുക്ക് ഗുരുസങ്കല്പത്തിൽ ദർശിക്കാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നു. ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. മനസ്സിലായോ? അല്ലാതെ ഇത് എന്താ പറയുക, മറ്റാരും പറഞ്ഞതല്ല. ആത്മാനുഭൂതിയല്ല, ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും എന്നുള്ളത്. മനസ്സിലായില്ല? അല്ലാതെ ഗുരുക്കന്മാരുണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാലഘട്ടങ്ങളിൽ ഓരോ ഗുരുക്കന്മാർ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഗുരു ഉണ്ടായിരിക്കും. കാരണം ഈ പരമ്പര എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിന് അധിഷ്ഠിതമായി
പ്രവർത്തിക്കേണ്ടുന്ന ഒരു എന്താ പറയുക പരമ്പരയാണ് ശാന്തിഗിരി പരമ്പര എന്ന് പറഞ്ഞാൽ. അതിനാണ് ഗുരു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഗുരു ദേഹവിയോഗം ചെയ്യുന്നതിന് മുമ്പ് ആ ബൈലോ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും എങ്ങനെ ഭരണക്രമം കൽപ്പാന്തം വരെ ഈ പരമ്പര എത്രത്തോളം ഉണ്ടാവുമോ അത്രത്തോളം കാലം ആ സിസ്റ്റം മാത്രമേ ഫോളോ ചെയ്യുള്ളൂ അടിവരയിട്ട് പറയുന്നു. ഈ പറയുന്ന അമൃതാജിന്യ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കപട ഗുരു ഇരിക്കുകയാണ് പറയുന്നത്. അപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്, കാഴ്ചയുള്ളവർക്ക് മുൻഗണന കൊടുക്കണ്ടേ ഗുരുവെ, അല്ലെങ്കിൽ മറ്റൊരാൾ തെറ്റിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഗുരു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വരില്ല, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇത് ഇരിക്കെ ഒരാൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന ആൾ ചെയ്യുന്ന ആ ഒരു സ്ഥായിയായ കാര്യവും മനസ്സിലായോ. എക്കാലത്തും ഈ പരമ്പരയിൽ ഒരു ഗുരു ഉണ്ടാകുന്ന പറഞ്ഞാൽ അത് ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രമാണ്. അല്ലാതെ അങ്ങനെയായിട്ട് ഗുരുക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞാൽ പോരെ, കാലാകാലങ്ങളിൽ ഒരു ഗുരുക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുരുവല്ല, ബ്രഹ്മത്തിൽ നിന്ന് അറിയപ്പെട്ടിരിക്കുന്നത് എന്താണ്? എക്കാലത്തും ആത്മീയാനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടാവും. ആ ഗുരുവിൽ നിന്നാണ് നമുക്ക് ദർശനം കിട്ടുന്നതും ഈ പരമ്പരയെ നയിക്കുന്നത്. മനസ്സിലായി? ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരു നിർദ്ദേശപ്രകാരം അങ്ങനെയാണല്ലോ ഇവർ നമ്മളെ പറ്റിച്ചത്. എങ്കിൽ പിന്നെ ആ കാലത്ത് തന്നെ ഗുരു പറഞ്ഞാൽ പോരെ, ഈ അടുത്ത ഗുരു ഇന്നതാണെന്ന് പറഞ്ഞാൽ പോരെ. ഗുരു അതിന് പകരമാണ് അങ്ങനെ ഒരാൾ വരത്തില്ല. ആ ആൾ എങ്ങനെയെങ്കിലും ഒരു ആചാര്യം വന്നാൽ പോലും, അപ്പോൾ ആരോ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇനിയൊരു ആചാര്യം വന്ന ആ ആചാര്യനും ഈ 4 പേരിൽ എന്ന് വെച്ചാൽ പ്രധാന 50 പേരിൽ 4 പേര്, 100 പേരിൽ 7 പേര്, അങ്ങനെ ആനുപാതികമായിട്ട് സന്യാസിമാർ വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ഭരണക്രമത്തിൽ ഈ പറയുന്ന അംഗസംഖ്യ വർദ്ധിക്കും. അപ്പോൾ ഒരാൾക്കും ഒരു പ്രിവിലേജ് ഇല്ല. അത് 1 വർഷമാണ്. ജനാധിപത്യത്തിൽ പോലും 5 വർഷം കിട്ടുന്നുണ്ട്. പക്ഷെ ഗുരു അതിനേക്കാൾ മേലെ 1 വർഷം മാത്രമാണ് ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീടും അവർക്കത് കിട്ടും. അടുത്ത എന്താ പറയുക, ടേൺ മാറി വരുമ്പോൾ 2 3 ടേൺ മാറി വരുമ്പോൾ പിന്നീടും ആ സന്യാസിക്ക് അവസരം കിട്ടും. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണക്രമം ഗുരു അനുവർത്തിക്കാൻ അവസരം കൊടുത്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർ ചീത്തയാക്കും എന്ന് ഗുരു അടിവരയിട്ട് അവിടെ പറയുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ന് കപടഗുരുവും ശിഷ്യഗണങ്ങളും കൂടി 25 വർഷക്കാലം ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അധികാരം പിടിച്ചു വെച്ചിട്ട് 25 ഏകാധിപത്യപരമായിട്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പരമ്പരയുടെ ശിഥിലീകരണം സംഭവിച്ചു. മനസ്സിലായില്ലേ? ഗുരുവിനെ സ്നേഹിക്കുന്നവരെ അടിച്ചൊതുക്കി, വെട്ടിമാറ്റേണ്ടവരെ വെട്ടിമാറ്റി, ഇല്ലായ്മ ചെയ്യേണ്ടവരെ ഇല്ലായ്മ ചെയ്ത്, കൊലപ്പെടുത്തേണ്ടവരെ കൊലപ്പെടുത്തി, കുടുംബങ്ങൾ ശിഥിലീകരിക്കേണ്ടവരെ ബോസാറിൻ്റെ കുടുംബം ശിഥിലീകരിച്ച്, ഈ ശ്രീകുട്ടി ശ്രീമതി ആൻ്റിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഇവരാണ് കാരണക്കാർ. ഈ അമൃതാജിന്യയും ഈ ഗുരുരത്നയ്ക്കും. കാരണം ഇവരുടെ ഈ തോന്നിവാസങ്ങൾ ഗുരു എന്തെല്ലാം വേണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം പരമ്പര തിരിച്ചു കൊണ്ടുപോകും. മനസ്സിലായോ? ഗുരുവിൻ്റെ പർണശാല പൊളിച്ചു, ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഫോട്ടോ, വീഡിയോസ്, വോയിസ് എല്ലാം അതൊന്നും നേരിട്ട് കേൾക്കാൻ പാടില്ല. വേറൊരാളുടെ ഇടനിലക്കാരൻ വേണം നമുക്ക് സമ്പാദിക്കാൻ, എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു തരാൻ വേണ്ടി. കാരണം അവൻ്റെ ബുദ്ധി കൂടി കലർത്തി, ഇവരുടെ ബുദ്ധി കൂടി കലർത്തി വേണം ഗുരുവിൻ്റെ വോയിസ് ആയാലും കൊള്ളാം, ഗുരുവിൻ്റെ വീഡിയോസ് ആയാലും എല്ലാം നമുക്ക് കാണാനും കേൾക്കാനും. മനസ്സിലായോ? ബുദ്ധിയുടെ എന്ന് വെച്ചാൽ കൂർമ്മ ബുദ്ധി, കുബുദ്ധിയുടെ കേന്ദ്രമാണ് ഈ അമൃതാജിന്നി, ഈ ഗുരുരത്നം പറഞ്ഞ ഹരികുമാർ മണിയൻ. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് പറയാണ് വ്രതം. ഇപ്പം ഈ വ്രതം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം പൂവിടാൻ ആളില്ല. പൂവിടാൻ ആളില്ലാത്തത് കൊണ്ട് എന്താ ചെയ്തേക്കുന്നത്? ഒരു ഇത് പറഞ്ഞേക്കാണ്. കാരണം പൂവിടുന്നവർക്ക് മാത്രമേ ഒപ്പിടാൻ അധികാരമുള്ളൂ. എങ്ങനെ ഒപ്പിടാനായിട്ട്? ജോലിയിൽ. മനസ്സിലായി? വെളുപ്പേ പൂവിട്ടാൽ മാത്രമേ ജോലിക്ക് വരുമ്പോൾ ഒപ്പിടാൻ പറ്റത്തുള്ളൂ. എന്നാൽ മറ്റത്ര സാലറി കിട്ടത്തുള്ളൂ. ഇനി അതും സാലറി കട്ട് ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇവർ സ്ഥലം മാറ്റിക്കളയും, അവൻ്റെ കുടുംബത്തിലിട്ട് പണി കൊടുക്കും. മനസ്സിലായോ? ഇവിടെ ഗുരുവിനെ വിശ്വസിച്ച് വന്ന് കുറേ ആൾക്കാരെ ഇവർ അടിമകളാക്കി വെച്ചിരിക്കുന്നു. കാരണം അവർക്കെന്ന് വെച്ചാൽ വിഷമിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ അമൃതാജിന്യയുടെ ഈ ഫെബ്രുവരി 22 എന്ന് പറയുന്നത് ഒട്ടുമുക്ക ആൾക്കാരിക്കും, പരമ്പരയിലെ 90% ആൾക്കാരിക്കും അതിന് പോയിടാനോ അതിന് വേണ്ടി പ്രവർത്തിക്കാനോ താല്പര്യമില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഗുരുവിൻ്റെ പേര് ഇപ്പം 100ാമത്തെ ജയന്തിയുടെ പേരും പറഞ്ഞാണ് വിളിച്ചു വരുത്തുന്നത്. ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുത്തിയിട്ട് പറയണ മൊത്തം എന്താണ്? എക്കാലത്തും ഒരു ഗുരു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്കാലത്തും ഒരു ഗുരു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് പോലും വ്യക്തതയില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? അവർ കണ്ടു, ഇവർ കണ്ടു, മറ്റവർ കണ്ടു. ദർശനത്തിലേ ഈ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഇവർ ബൈലോയിലൊക്കെ എഴുതി വെച്ചേക്കണ കാണും. ഈ അമൃതാജിന്യക്കെതിരെ നിയമ നടപടി പാടില്ല, നിയമത്തിന് അതീതരാണ് അവർ. ശിഷ്യപൂജിത എന്ന് പറഞ്ഞാൽ നിയമത്തിന് അതീതയാണ്. മനസ്സിലായോ? പിന്നെ അത് തന്നെയല്ല, ഇവരാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഇവരാണ്. അന്നത് അവസാനം കേസ് വരുമ്പോൾ പറഞ്ഞതെന്നറിയോ? അയ്യോ അവർ പാവം, അവർ അവിടെ ആത്മീയപരമായ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ നിയമത്തിനെ പറ്റിക്കാൻ പറ്റും, ഇനി പറ്റിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ അവർക്കെതിരെ വന്നിട്ടുണ്ട് ഇപ്പം.
അത് രജിസ്റ്റർ ആയി കഴിഞ്ഞ് അമൃതാജന്യ പ്രതിയായും ഗുരുരത്നൻ പ്രതിയായും നിർമ്മലജന്യ പ്രതിയായും ഒക്കെ കേസ് വന്നിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യത്തിന്. മനസ്സിലായില്ലേ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അണയാൻ പോണത് ഈ ആളിക്കത്തും പോലെ വ്യഗ്രതയാണ്. എന്തിനാണ് ഈ പറഞ്ഞ ഈ പൂവിടാൻ വേണ്ടി ഒപ്പിടിക്കണം? ഗുരു അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ഇവരുടെ ഈ പൂവിടലിന് ആളില്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല, ഇവർക്ക് വേണ്ടി സങ്കല്പം ചെയ്യാൻ ആളില്ല, ഇവർക്ക് വേണ്ടി പണം മുടക്കാനും ആളില്ല. പണം ഇപ്പോൾ പലരും എന്ന് പറഞ്ഞാൽ അവരുടെ സംഖ്യ ചുരുക്കി. മനസ്സിലായ? കാരണം ഓരോ തട്ടിപ്പാണ്. ഗുരുദേഹവിയോഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, പർണശാല എന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് തിന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഗുരുവിൻ്റെ സ്വർണ്ണ വിഗ്രഹം, അതോടൊപ്പം തന്നെ സ്വർണ്ണ വിഗ്രഹം ഒന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കുറേ സ്വർണം സമാഹരിച്ച് അത് പലയിടത്തും കൊണ്ട് വിറ്റ് മുടിപ്പിച്ചു. എന്നിട്ട് അത് അടിച്ചു മാറ്റി. വിൽക്കുന്നതെന്ന് വെച്ചാൽ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ വേണ്ടിയില്ല. ഈ സിദ്ധ മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ 5.5 കോടി രൂപയിൽ മേലിൽ ഡൊണേഷൻ കിട്ടും. ഈ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകൾ അല്ലാതെ കണക്കിപ്പെടാതെ ഇവർ സ്വന്തമാക്കിയാണ്. മനസ്സിലായോ? അത് കൂടാതെ തന്നെ വേറൊരു തട്ടിപ്പ് കൂടി ഉണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഗുരു ഫണ്ട് എന്ന് പറയും. ഞാൻ പ്രസ് ചെയ്തിരുന്നപ്പോൾ അൺലിമിറ്റഡ് മണി പോയിട്ടുണ്ട് അവിടെ നിന്ന്. ആ സ്ഥാപനം നഷ്ടത്തിലുള്ള സ്ഥാപനമാണ്. അവിടെ നിന്ന് ഗുരു ഫണ്ടെന്നും പറഞ്ഞൊരു ഫണ്ട് പോകും. മനസ്സിലായോ? അതിന് കണക്കുമില്ല, ഒന്നുമില്ല. ഗുരു ഫണ്ട് ചോദിക്കുമ്പോൾ ഗുരു ഫണ്ട്. കാരണം അവിടുത്തെ പ്ലേറ്റ് വിൽക്കുന്നതും അവിടുത്തെ വേസ്റ്റ് പേപ്പർ വിൽക്കുന്ന പൈസ അത് ലാഭത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മുതലാണത്. അവിടെ ശമ്പളം കൊടുക്കുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ലാഭവും നഷ്ടം അവരെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഗുരു ഫണ്ടെന്നും പറഞ്ഞ് അക്കൗണ്ടിൽ വരാത്ത രീതിയിലാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനത് നിർത്തിച്ചു. കാരണം വെച്ചാൽ അക്കൗണ്ടിലല്ലാതെ ഒരു പണവും പോകണ്ടെന്ന് പറഞ്ഞു. അക്കൗണ്ടിലല്ലാതെ പോകുമ്പോൾ എങ്ങനെയാണ്, ആരെടുത്തും എന്ത് കണക്കുണ്ടാവും? മനസ്സിലായോ? അപ്പം അതിനൊരു വിരോധം വന്നിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ആഭാസ ദിനത്തെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അടുത്ത ഈ സത്യസാക്ഷാത്കാരത്തെ നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് അറിയാനുള്ള പുണ്യകാലമാണ് ഇത്. 41 ദിവസത്തെ വ്രതവേള ഗുരുഭക്തരുടെ ജീവിതത്തിലെ ഒരു ദീപ്തമായ തിരുമുഖം തന്നെയാണ്. എൻ്റെ ഗുരുവേ, എൻ്റെ ദൈവമേ, ഈ പറയുന്ന ഇതൊക്കെ വിശ്വസിച്ച് പോയിട്ട് ഈ പറയുന്ന കാര്യത്തിലൊക്കെ പങ്കെടുത്ത ഈ ഫെബ്രുവരി 22, കാരണം അതുകൊണ്ടാണ് ഈ കുംഭമേളയും കൂടി അതിലേക്ക് ക്ലബ് ചെയ്തത്. മനസ്സിലായോ? കാരണം അതിനെങ്കിലും ആൾ വരട്ടെ എന്നോർത്താണ്. അല്ലാതെ ഇവരുടെ ഈ പുണ്യദിനം എന്ന് പറഞ്ഞ് ഈ ആഘോഷിച്ച ആൾ വരത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അതിനെ കുംഭമേളയും കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടാണ്. അപ്പം കുമ്പെടുക്കാനെങ്കിൽ ആൾ വരുമല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ആളെ കാണിക്കണം എല്ലായിടത്തും. മനസ്സിലായി? ഇപ്പം അടുത്ത കാലത്ത് ചന്ദ്രൂരി ചോദ്യ തീർത്ഥയാത്ര, അതായത് 1.25 വർഷത്തെ ഗുരുവിൻ്റെ ജന്മശതാബ്ദി, അതായത് 100ാമത് ജയന്തിയും അത് കഴിഞ്ഞ് 2026 ജന്മജയന്തിയും 100ാമത്തെ ജന്മജയന്തിയും 2027 ജന്മശതാബ്ദിയുമാണ്. മനസ്സിലായോ? 100 വർഷത്തെ പൂർത്തീകരണമാണ്. അപ്പോൾ ഈ 1.25 വർഷം പണം പിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം ജന്മജയന്തി വെച്ച് നടന്നു. ചോദ്യ തീർത്ഥയാത്ര ദിവസം. മനസ്സിലായില്ലേ? അന്ന് ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അന്ന് 12,000 പേര് പങ്കെടുത്തെന്ന് പല ഭാഗത്തുനിന്നും എനിക്ക് ആൾക്കാർ വിളിച്ച് പറഞ്ഞു. 2,000 പേരോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 2,000 പേരൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ 2016 അല്ലെങ്കിൽ 2017 അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 3,000 പേരോളം സ്റ്റാഫുണ്ട് ശാന്തിഗിരിയിൽ. അപ്പോൾ 3,000 പേര് സ്റ്റാഫ്. അതിപ്പോൾ ഒരു 1000 കുറഞ്ഞ് ശമ്പളമൊന്നും കറക്റ്റ് കൊടുക്കാതെ അവർക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചിലരൊക്കെ വിട്ട് കളഞ്ഞിട്ട് പോയി. മനസ്സിലായി? അങ്ങനെ പോയി. ഇപ്പോൾ ഒരു 1000 പേരെ കൂട്ടിക്കും. ഈ 1000 പേര് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്. പൂവിടാൻ വന്നെങ്കിലേ ഒപ്പിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞിരിക്കുന്നത് അവിടെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും കൃത്യമായിട്ട് പങ്കെടുക്കണം. പങ്കെടുത്തില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. പങ്കെടുത്തില്ലെങ്കിൽ എന്താണ്? ഒന്നീ ജോലി പോവും, അല്ലെങ്കിൽ സ്ഥാനം പോവും, കസേര പോവും, പലതും പോവും. മനസ്സിലായോ? ഏതായാലും എന്താ പറയുക, ഈ അമൃതാജിനെ കാണാൻ ഇപ്പോൾ കയറ്റൂല്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ആരും വിശ്വസിക്കത്തില്ല. പണ്ട് അങ്ങനെ പറയുമായിരുന്നു. എങ്ങനെയാണെന്നറിയോ? പണം ചോദിച്ച് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ഉദ്ദേശിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ, ഉദ്ദേശം ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരെ നിവർത്തി വെച്ചല്ല ചോദിക്കുന്നത്. ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ 25,000 എന്താ, 50,000 എന്താ, 1,00,000 എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളൊരു 10,000 തരാം, ഞങ്ങൾക്ക് അത്രയും ലോൺ എടുത്ത് തരാൻ പറ്റുള്ളൂ. അവരെ സ്ഥിതി കൂടി നോക്കണ്ടേ? അങ്ങനെ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പൈസ തരണം, ഗുരുവിന് വേണ്ടി കഷ്ടപ്പെടണം, ത്യാഗപ്പെടണം. എന്തിന്? AC റൂമിലിരുന്ന് വൃഷ്ടാംഗ ഭോജനവും ചെയ്ത് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ഈ പറയുന്ന മദ്യവും മയക്കുമരുന്നും എല്ലാം അടിച്ചിട്ടവനാണ് ഈ പറയുന്നത് ഗുരുവിൻ്റെ ത്യാഗം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പാവങ്ങളെ പിഴിയാൻ ശ്രമിക്കുമ്പോൾ അവസാനം പറയണമെന്ന് വെച്ചാൽ എന്നറിയോ? അന്ന് പിന്നെ ഗുരുവിന് വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാവരും ഇവരെ കാണാൻ വേണ്ടി തൊട്ടോട്ടിക്കാൻ നിപ്പാണ് മണിക്കൂറോളം.
അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ നീ ജെന്നിനെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വന്നേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടിട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യാനാണ്? അവർക്ക് നിവൃത്തിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതൊരു എന്താ പറയുക, ഈ സ്വർണ്ണ തകിടിൽ പൊതിഞ്ഞ അമേദ്യമാണെന്ന് മനസ്സിലായപ്പോൾ ഒരു മനുഷ്യനും കാണണമെന്നില്ല. അപ്പം നിർബന്ധിതമായിട്ട് ഇപ്പോൾ യൂണിറ്റുകളിൽ നിന്നാണ് ഓരോ യൂണിറ്റുകളിൽ ഇത്ര പേര് വെച്ച് അവരെ കാണാൻ ചെല്ലണം എന്നൊരു നിയമം, ഒരു സർക്കുലർ തന്നെ ഇറക്കിയവർ, അല്ലെങ്കിൽ ഒരു നിയമം തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും മനസ്സോടെ എന്തെങ്കിലും പോകണം ഇവരെ കാണാനായിട്ട്. പോയില്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെടും, അവർക്ക് അവരുടെ ജോലിയിൽ അത് ബാധിക്കും. മനസ്സിലായോ? അപ്പം ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ദിനത്തിന് ആളില്ലാത്തത് കൊണ്ട് ഒരുപാട് വ്രതത്തെക്കുറിച്ചൊക്കെ പൊഴുത്തി പറയുന്നതാണ്. ഇയാൾക്ക് ഈ വ്രതം എന്താണെന്നുള്ളത് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ബാക്കിയായിരുന്നു നമ്മുടെ ജീവന്റെ ദോഷങ്ങൾ മാഞ്ഞു പോകാൻ, നമ്മുടെ ഉള്ളിലെ ബന്ധനങ്ങൾ തളരാൻ ശക്തമായ പ്രാർത്ഥന ഒഴുകുന്ന കാലയളവാണ് ഇത്. നാം അറിയാതെയെങ്കിലും ഒരു വലിയ ആന്തരിക പരിവർത്തനം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇത് ആരോ എഴുതി കൊടുത്തിട്ട് പ്രോപ്റ്റർ നോക്കി ഇയാൾ വായിക്കുകയാണ്. കാരണം നമ്മുടെ പഴയ ഒരു തോക്കുസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗുരുജ്ഞാന തപസ്യ എന്നറിയപ്പെടുന്ന അയാളൊരു വാക്കതിൽ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവൻ പ്രോപ്റ്റർ നോക്കി ആരോ എഴുതി കൊടുക്കുന്നത് വർത്താനം പറയണം, ഇങ്ങനെ പറയണം എന്നുള്ള പ്രഭാഷണം പോലെ, അല്ലാതെ ഇവന് മനസ്സിൽ നിന്നെടുത്ത് പറയാൻ അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആരോ എന്തോ വ്രതത്തെക്കുറിച്ച് എഴുതി കൊടുത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പോലും അറിയാതെ ഇദ്ദേഹം ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ഒന്ന് കേൾക്കാം. നമ്മുടെ ഉള്ളിലെ അവിശ്വാസവും ഭയവും ഒക്കെ മാറ്റി ധൈര്യവും ശ്രദ്ധയും പകരുന്ന ആത്മീയ ശക്തി. ശരിയാണ്. നമ്മുടെ ഉള്ളിലെ ഭയവും എന്താ പറയുക അവിശ്വാസമൊക്കെ മാറ്റി വെച്ചിട്ട് പറ്റിക്കപ്പെട്ടവരായ 7 അയലത്തെടുക്കൂല ഇവര്. ഈ അമൃത എന്ന് പറയുന്ന ആളുടെ ഈ ഗുരുരത്നൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് ഇവരുടെ കുടിലത മനസ്സിലാക്കി ഇവർ എന്താ ദുഷ്ടശക്തികളാണെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ആ 7 അയലത്ത് വരത്തില്ല. ഇവർക്ക് എന്തൊക്കെ മാടി വിളിച്ചാലും ശരി. മനസ്സിലായോ? അടുത്ത ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആത്മാവ് വിശ്വാസവും സ്നേഹവും സമർപ്പണവുമാണ്. അത് സത്യമാണ്. ഗുരുശിഷ്യ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിശ്വാസവും സ്നേഹവും എല്ലാമാണ്. ഇവന്മാർക്ക് ഇല്ലാത്തത് തന്നെയാണ്. ഇവന്മാരെന്തില്ല അതാണ് ഇവന്മാർ പറയുന്നത്. സ്നേഹമില്ല, ബഹുമാനമില്ല, ഭയമില്ല, ഒരു ചുക്കില്ല ഇവന്മാർക്ക്. എന്നിട്ട് ഇവന്മാരെല്ലാം പറയണത് എന്താണ്? പിന്നെ എന്താ പറയുക, ഈ ഇല്ലാത്ത കുടിലതകളാണ് ഇവന്മാരുടെ കയ്യിൽ കൈമുതലെന്ന് പറയുന്നത്. മനസ്സിലായി? എല്ലാവരും അല്ല, ഈ അമൃതജിന്നിയുടെയും ഗുരുരത്നം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരെ ഹൈജാക്ക് ചെയ്തിട്ട് ഒരു ആത്മീയ ഗുണ്ടയാണ് ഇവൻ. അവിടെ എന്താ പറയുക, കറങ്ങി കിടന്ന് അമ്പലപ്പറമ്പിൽ കറങ്ങി കിടന്ന് കണ്ട പെണ്ണുങ്ങളുടെ വായിലൊക്കെ നോക്കി കിടന്ന് വെള്ളമടിച്ച് കഞ്ചാവ് അടിച്ച് കിടന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ ഈ അമൃതാജിന്നിക്ക് അധികാരം പിടിക്കാൻ വേണ്ടി ഗുരുസ്ഥാനം, അവർക്ക് പണ്ടേ ഗുരുസ്ഥാനം മോഹിയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ആ സ്ഥാനത്തിന് വേണ്ടി അവർ കുറേ നാളായി പലരെ കൊണ്ടും പറയിപ്പിക്കുന്നു. ഇപ്പം 25 വർഷമായി. എന്നിട്ട് അവർക്ക് ആ സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ ആൾക്കാർ അംഗീകരിക്കുന്നില്ല. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ആദ്യകാലത്ത് കുറേ ആൾക്കാരെ കൊണ്ട് ഇവർ കപട ദർശനമൊക്കെ പറയിപ്പിച്ചു. പക്ഷേ പിൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് കാപട്യമാണ് ഇവരെന്ന് മനസ്സിലായപ്പോൾ ആൾക്കാർ അവരെ ഒഴിവാക്കാൻ തുടങ്ങി. എന്നിട്ട് ഗുരുവിനെ മാത്രം പ്രാർത്ഥിച്ച് ഗുരുവിനെ മാത്രം വിശ്വസിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പം പറയുന്നത് എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ്, കരുതലാണ്, കാതലാണ്. ഇതൊന്നുമല്ല അവരെന്ന് പറഞ്ഞാൽ ഒരു നികൃഷ്ട ജന്മം മാത്രമാണ്. എന്നുവെച്ചാൽ ഈ സ്ത്രീത്വത്തിന് തന്നെ അപമാനകരമാണ്. മനസ്സിലായോ? പിന്നെയല്ലേ ഈ ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ തരികടകളും വൃത്തികേടുകളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് ആത്മീയതയുടെ മറവിൽ ഇതിങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. മനസ്സിലായി? ഇവർക്ക് ദൈവികമായ കാര്യം ഉണ്ടായിരുന്നു, അത് ഗുരുവിനോടൊപ്പം നിന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ദേവീദേവ പരമ്പരയേക്കാൾ അല്ലെങ്കിൽ ആ ഒരു ഇതിനേക്കാൾ താഴെ പോയി, അവസ്ഥയേക്കാൾ താഴെ അവർ പോയിട്ട് ഈ ആഭിചാരം, മാടൻ, മറുത, ഗുരു എന്താണോ ഒഴിവാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പൂജിച്ച് കുറച്ച് തരികിട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അതും തഴഞ്ഞു കളയും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ എന്താണോ പറയേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം മദ്യം, മയക്കുമരുന്ന്, ഈ പറയുന്ന ആൾക്കാരാണ് മദ്യക്കച്ചവടം ചെയ്യാൻ പോയത്. എന്നിട്ട് 70 ലക്ഷം രൂപ സുജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ പറ്റിച്ചത്. കേസ് നടക്കുകയാണ് ഇപ്പോഴും. ഞാൻ വിവരാശം വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ കേസ് ഇപ്പോഴും ഉണ്ടെന്നുള്ള. മനസ്സിലായോ? അപ്പോൾ ആൾക്കാരെ പറ്റി സ്നേഹം, കരുണ, ദയ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ പറ്റിക്കും പച്ചക്ക്. എന്നിട്ട് എന്ത് കള്ളവും പറയും, എന്ത് കുടിലതയും പറയും, എന്ത് കള്ളവും, എന്തും പറയുന്നതിന്, എന്ത് നീചക്കാര്യം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു മടിയില്ലാത്തവരാണ് ഈ അമൃതാജിന്യം ഗുരുരത്നസ്വാമി എന്ന് പറയുന്നവർ. എന്നിട്ട് അവരുടെ അവസ്ഥാ പൂർത്തീകരണം ശരിയാണ്, അവസ്ഥ പൂർത്തീകരണമാണ്.
അവസ്ഥാപൂർത്തീകരണം, ലാഭാസ പൂർത്തീകരണ ദിനമെന്നാണ് ഇതിനെ അറിയപ്പെടേണ്ടത് ലോകമുള്ളിടത്തോളം കാലം. ഇനി മനസ്സിലായില്ല, ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത്, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ശിഷ്യ എങ്ങനെ ആകരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അമൃതാജന്യ ഗുരുരത്നം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? അടുത്ത ശാസനയിലൂടെയും ശിക്ഷയിലൂടെയും ഗുരു ശിഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ കഠിനമായി തോന്നാം. പക്ഷേ അതിൻ്റെ അടിയിൽ കരുണയും ദൂരദർശനവുമാണ്. ശരിയാണ്. കാരണം എന്താ പറയുക, ശാസനയിലൂടെയും കഠിന ഇതിലൂടെയും ഒക്കെ ഗുരു പ്രവർത്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഓരോരുത്തരിൽ നിന്ന് വസ്തു തട്ടിച്ച് മേടിക്കും. എൻ്റെ അച്ഛൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട് വസ്തു, നോക്കിക്കോളാം, ഇവിടെ വീട് തരാം, സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് അതിനിപ്പോൾ ഉടനെ ഒരു കാര്യം വരും, ഒരു വീഡിയോ അവർ ചെയ്യുന്നുണ്ട്. അതിന് വീഡിയോ മാത്രമല്ല, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നുണ്ട്. 100ാമത് ഈ ഗുരുവിൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ച് സംഘടനയുടെ സഹായത്തോടുകൂടി എൻ്റെ അമ്മയും ഒക്കെ കൂടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ ആൾക്കാരെ പറ്റിച്ച് മേടിക്കുക, പണമായാലും കൊള്ളാം, സ്ഥാപനജംഗമ വസ്തുക്കളായാലും കൊള്ളാം, എല്ലാം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ സ്ഥാപനജംഗമ വസ്തുക്കളൊക്കെ വിറ്റ് ഇവർ പുട്ടടിക്കുകയും, അതുകൂടാതെ ഗുരു പരമ്പരയ്ക്ക് എക്കാലത്തും നമസ്കരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി, അതെന്താണ്, നമ്മുടെ ശ്രീരാമചന്ദ്രൻ എന്താ വനവാസത്തിന് പോയപ്പോൾ ഭരതനോട് രാജാവാക്കാൻ പറഞ്ഞാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഭരതൻ കാണിച്ച ഒരു മാന്യത പോലും ഇവർ കാണിച്ചില്ല. ഗുരുവിൻ്റെ ആ പാദസ്പർശം ഏൽപ്പിച്ച് തൃക്കൈ കൊണ്ടെടുത്ത് കൈയിൽ കൊടുത്ത ഗുരുവിൻ്റെ പാദകം, സ്വർണ്ണപ്പാദകം, അതും രത്നങ്ങളാൽ അലങ്കൃതമായ സ്വർണ്ണപ്പാദകം, തൃക്കരങ്ങൾ, ഈ 2 സാധനമെന്ന് പറഞ്ഞാൽ പരമ്പരയ്ക്ക് എക്കാലത്തും ഗുരുവിനെ നമസ്കരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ നമസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലാണ്, നമ്മുടെ ഗുരു സിനിമ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. രഘുരാമൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണത്തിന് പോകാൻ പോകുമ്പോൾ, ജാതീയപരമായ ഒരു വിവേചനത്തിൻ്റെ പരമായി അക്രമത്തിന് പോകാൻ പോകുമ്പോൾ അവിടെ സിതാര എന്ന് പറയുന്ന നടി പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം, അതിൻ്റെ പേര് വേറെയാണ്, എന്നാലും നമ്മൾ ആ സിനിമാ നടിയുടെ പേര് വെച്ച് ഞാൻ പറയുകയാണ്, സിതാര എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നു, താങ്കൾ ആ ഗുരുവിൻ്റെ പാദകത്തിൽ നമസ്കരിച്ചിട്ട് പോകും. അപ്പോൾ ഒരു പാദകത്തിൽ നമസ്കരിച്ചാൽ എന്ത് സംഭവിക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ പാദകത്തിൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കാര്യം, ഒരു അനുഭവം, സിംബോളിക് രീതിയിൽ ആത്മീയപരമായ അന്ധത എന്ന് വെച്ചാൽ കാഴ്ചയില്ലാത്തൊരു ലോകത്ത് കാഴ്ചയുള്ളവൻ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, സിംബോളിക്കായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും വർഗ വ്യത്യാസത്തെക്കുറിച്ചും ഗുരു അതിന് ഒരു സിംബോളിക്കായ രീതിയിൽ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ആ ചിത്രം. അപ്പോൾ ആ ഒരു അനുഭവമാണ് നമുക്ക് ഗുരുവിൻ്റെ പാദകത്തെ നമസ്കരിക്കുമ്പോൾ കിട്ടേണ്ടത്. ആ പാദകം പോലും ഇന്ന് ആർക്കും 25 വർഷക്കാലമായിട്ട് ഒരു മനുഷ്യന് നമസ്കരിക്കാൻ കിട്ടിയിട്ടില്ല. ഉണ്ടെന്ന് പറയല്ലാതെ ഇത് ഒളിച്ചു വെക്കാൻ പറ്റിയൊരു സാധനമല്ല, ഒളിച്ചു വെക്കാൻ പറ്റിയല്ല ഗുരു അത് കൊടുത്തത്. അപ്പം ഗുരുവിൻ്റെ പർണശാല നശിപ്പിച്ച് അത് കുഴിച്ച് ഗുരുവിൻ്റെ ശരീരം പോലും അവിടെ ഉണ്ടെന്നുള്ള സംശയത്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം അതവിടെ നിൽക്കട്ടെ, അത് പിന്നീട് പറയാം. അതിന് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. ഗുരുവിൻ്റെ ജന്മഗൃഹം എപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞ് അവർ ആലോചിച്ചിരിക്കുകയും, മനസ്സിലായ, അത് നടക്കാൻ പോകില്ല, അത് നടത്തത്തുമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവരുടെ ആ ശ്രമം ഞാൻ പറയുന്നു. ഈ ഗുരുവിൻ്റെ വോയിസ്, ഗുരുവിൻ്റെ വീഡിയോ, ഗുരുവിൻ്റെ ഫോട്ടോകൾ നുറുക്കി, ഹിന്ദിക്കാരെ എഴുതി ഗുരുവിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസ് നുറുക്കി കളഞ്ഞു, എല്ലാവരെയും നിന്ന് കളക്ട് ചെയ്തിട്ട് ഇതവർ മ്യൂസിയം ഉണ്ടാക്കാൻ പോണു, ആൽബം, എന്നിട്ട് എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഛായാചിത്രം, ഗുരുവിൻ്റെ ഛായാചിത്രം, അപൂർണമായ ഛായാചിത്രം, ഗുരുവിൻ്റെ രൂപം ഉണ്ടാക്കി. ഗുരു ഒരിക്കലും ഒരു എന്താ പറയുക വിഗ്രഹത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, ഗുരു നിഷേധിക്കുകയാണ് ചെയ്തേക്കണം. ആ ഗുരുവിൻ്റെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവർ എന്താ ചെയ്തത്, സ്വർണം കളക്ട് ചെയ്തു. മനസ്സിലായോ? അപ്പം അത്രയ്ക്ക് ഗുരു എന്ത് പറഞ്ഞോ അതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്ത് പരമ്പരയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പുണ്യദിനമാണ് നമ്മുടെയൊക്കെ ആഭാസ ദിനമായ ഫെബ്രുവരി 22. നമ്മൾ അംഗീകരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് പരമ്പരയുടെ കരിദിനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ശിഷ്യനെ ബ്രഹ്മത്തിന്റെ വഴിയിലൂടെ നടക്കാൻ പഠിപ്പിക്കുന്നു, അതാണ് പൂജിത പീഠം. ശിഷ്യനെ ഗുരുവിൻ്റെ എന്താ പറയുക ബ്രഹ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പഠിപ്പിക്കുന്നതാണ് പൂജിത പീഠ സമർപ്പണം. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ നിസ്സംഗാജന്യ പറഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും. കാരണം ഇതിൽ കൂടി അത് ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്. എന്താണ് പൂജിത പീഠം, എന്താണ് അവസ്ഥാപൂർത്തീകരണം, എന്താണ് ശീലപിള്ള നാടകം, ശീലപ്രയോഗം, ഇതിൽ 3-നെക്കുറിച്ചും വ്യക്തമായിട്ട് നിസ്സംഗാജന്യ പറയുന്നുണ്ട്. അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും. മനസ്സിലായോ?
എന്നിട്ട് മനസ്സിലാക്കും. കാരണം ഒരാളുടെ എന്തോ ഒരു ദോഷം മാറാൻ വേണ്ടി കൊടുത്താണ് ഈ പറഞ്ഞ പൂജിത പീഠം. അതിനെ ഗുരു അതിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇവർ കുറേ ആഭിചാരമൊക്കെ ചെയ്തിട്ട് എന്തിന് ഇവർ ആഭിചാരം ചെയ്യുന്നില്ലെങ്കിൽ എന്തിനാണ് നാണയത്തിൽ മറ്റേ വെൽവെറ്റ് ഒട്ടിച്ചു കൊടുത്തത്, ത്രികോണത്തിലും വട്ടത്തിലും, അതും പച്ച മെറും കളറിൽ? ഗുരുവിൻ്റെ ഒരു സിസ്റ്റം ഒരിക്കലും അങ്ങനെയില്ല. ഇപ്പം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരാൾ പൊളിച്ചു നോക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഓങ്കാരത്തിൻ്റെ പുറകിൽ ഈ പറയുന്ന വെച്ചാൽ ഓങ്കാരം സീൽ ചെയ്തേക്കണതിൻ്റെ ഉള്ളിൽ ഈ ആഭിചാര സംഭവം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. മനസ്സിലായി? കാരണം ഞാനത് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ നാണയം എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. അത് സത്യമാണ്. 3 പിന്നെ എനിക്ക് വേറെ കിട്ടി, എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും കിട്ടി. അതെല്ലാം ഞാൻ കൊണ്ട് കടലിൽ കളഞ്ഞു. പക്ഷേ ഇവർ അതാവാരും തുറന്നു നോക്കത്തില്ലല്ലോ. ഓങ്കാരത്തിൻ്റെ പുറകിൽ ആ ബോർഡ് അടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് സീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെ ഒരാൾ എന്നിട്ട് അയാൾ അത് ആ ഓങ്കാരം കൊണ്ട് കടലിൽ കളഞ്ഞു. പിന്നെ മറ്റൊരു അവസരത്തിൽ ഞാൻ സെക്യൂരിറ്റി ചെയ്യുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓങ്കാരത്തിൻ്റെ ചില്ല് പൊട്ടിയിട്ട് ഒരു വിശ്വാസി വന്ന് ആശ്രമത്തിൽ ചോദിച്ചിട്ട് പറഞ്ഞ് ഇത് മാറാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അമൃത തന്നെ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, കടലിൽ കളഞ്ഞേക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കത് തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ നാണയം കോട്ടയം ആശ്രമത്തിൽ കൊണ്ട് ഏതൊരു വിശ്വാസികൾ കൊണ്ട് ആ കാണിക്കവഞ്ചിയിലിട്ടു. എന്താ പറയുക, അവിടെ അന്ന് കത്ത് പിടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന പലരും ഇന്ന് മരണപ്പെടുകയും അവിചാരിതമായ കാരണത്താൽ പരമ്പരയിൽ ഒട്ടനവധി ദുർമരണങ്ങൾ സംഭവിക്കുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയിലെ പലരും മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ഈ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നവരാണ്. എന്നുവെച്ചാൽ ഈ പ്രായം എത്താതെ മരിക്കുക. മരണം എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ ദുർമരണം പോലെ സംഭവിക്കുന്ന കാര്യമാണ് ആക്സിഡൻറ്റുകൾ, എന്തെങ്കിലും അപകട മരണങ്ങൾ. അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം. എന്താണ് വ്രതം? ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണോ? ചില ആചാരങ്ങൾ പാലിക്കുന്നതാണോ? മാത്രമല്ല വ്രതം ജീവിതത്തെ വീണ്ടും ശരിയായ ക്രമത്തിൽ വെക്കുന്ന ഒരു ആത്മീയ ശാസനയാണ്. നാം വ്രതമനുഷ്ഠിക്കുന്നത് ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിനും ആത്മാവിനുമാണ്. വ്രതം എന്താണെന്ന് പറയാനായിട്ട് ഇവൻ അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, സാത്താൻ്റെ വേദോപദേശം എന്ന് പറഞ്ഞത്. വ്രതം എന്താണെന്നുള്ളത് ഗുരു വളരെ സ്പഷ്ടമായിട്ടും കൃത്യമായിട്ടും ഗുരുവാണികളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഫുൾ ഗുരുവാണികളും കേൾക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഷോർട്സ് ആയിട്ട് ഡെയിലി 6 മണിക്ക് വെളുപ്പിന് രാവിലെ 6 മണിക്ക് വരുന്നുണ്ട്. 3 മിനിറ്റേ ഉള്ളൂ. അത് എല്ലാവർക്കും കേൾക്കാം. ഒരു വിഷയത്തെ ആസ്പദമാക്കി പറയുന്ന കാര്യങ്ങളെ ആണ് ആ ഗുരുവാണികളായിട്ട് കോർത്തിണങ്ങിയിരിക്കുന്നത്. കാരണം നമുക്ക് 3 മിനിറ്റേ അതിൽ അനുവദനീയമായിട്ടുള്ളൂ രാവിലെ. ആ 3 മിനിറ്റ് ഡെയിലി ഗുരുവാണികൾ ഷോർട്സ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഗുരുവാണികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഏതിനും എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടും. അല്ലാതെ ഇവനെ പോലത്തുള്ള എന്താ പറയുക വൃത്തികെട്ടവന്മാരെ വായിരിക്കണ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിലേക്ക് സഞ്ചരിച്ചു പോകും. മനസ്സിലായോ? അതുകൊണ്ട് ഗുരുവാണികളെ ശ്രമിക്കുക. അതിനെ അപ്രസക്തമാക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. ഇവൻ്റെ ചേട്ടൻ തന്നെ വ്യാജ ഗുരുവാണികളുണ്ട്. ഈ ഗുരുവന്ദൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അൽചർദൻ എന്ന് പറഞ്ഞാൽ വ്യാജ ഗുരുവാണികളുടെ ഉസ്താദാണ്. ഗുരുവിൻ്റെ പരമ്പരയെ ആദ്യം നശിപ്പിക്കാൻ നോക്കിയതും ഇയാൾ തന്നെയാണ്. കാരണം ദർശന സ്വഭാവത്തിൽ നിന്ന് ഒരു ജന്നീനെ വഴിതെറ്റിച്ച് ആ ചീത്തപ്പേരുണ്ടാക്കി ആ ജന്നീനെ അപ്രസക്തമാക്കിയത് ഈ പറയുന്ന അൽചർത്തലയാണ്. മനസ്സിലായ? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പം എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജന്നീന് ഈ പറയുന്ന അമൃത ജന്നിയാണ് ഇതിൻ്റെ സൂത്രധാരകൻ എല്ലാത്തിൻ്റെയും. ആ ജന്നിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ അമൃത ജന്നിയാണ്. ഒത്താശകൾ എന്ന് പറഞ്ഞാൽ ഈ അൽചർത്തലക്ക് വഴി വെട്ടിക്കൊടുത്തത്. അതുപോലെ തന്നെ സാത്വജന്യനെ മാറ്റി നിർത്തപ്പെടാനുള്ള കാരണവും ഈ അമൃതാജന്യൻ. അവസാനം എന്ത് പറ്റി? ഇവരാണ് ഇത് നശിപ്പിക്കാനുള്ള 2 കാര്യങ്ങൾ. ഗുരു ഒരിക്കലും അടുപ്പിക്കരുതെന്ന കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നു. ആ അടുപ്പിച്ച പരമ്പര നശിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞോ അവരെ ഒരു യൂദാസിൻ്റെ പണിയെടുത്തുകൊണ്ട് ഈ അമൃതാജന്യം ഇവിടെ കൊണ്ടുവന്ന് കയറ്റി, വളരെ തന്ത്രപരമായിട്ട് ബുദ്ധിപരമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഭാസ ദിനമാണിത്. ഈ പറയുന്നത് പരമ്പരയെ നശിപ്പിക്കാൻ ഇവരുണ്ടാക്കിയെടുത്ത ദിനങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ദിവസമാണ് ഈ പറയുന്ന ആഭാസ പൂർത്തീകരണ നാടക ദിനമായ ഫെബ്രുവരി 22 ശാന്തിഗിരി പരമ്പരയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയായിട്ട് ശരീരത്തിന് എല്ലാ ദിവസവും നാം എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. ഭക്ഷണം കൊടുക്കുന്നു, സുഖം, ആസ്വാദനം, സൗകര്യം, വേഗം, വിജയം. ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഭക്ഷണം, സുഖം, പിന്നെന്താണ് വേഗം. ഇതെല്ലാം ഇയാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ശരീരത്തിന് കൊടുക്കുന്നത്. വ്രതത്തെ കുറിച്ച് പറയുമ്പോൾ
പറയുന്ന കാര്യങ്ങളുണ്ട്. ഗുരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്രതത്തിനെ കുറിച്ച്. അത് കേട്ടാൽ മതിയാവും. അപ്പം അടുത്ത കാര്യം, നമ്മുടെ മനസ്സിന് വേണ്ടി നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിന് വേണ്ടി നാം എത്ര നിമിഷം മാറ്റിവെക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ ശബ്ദവും തിരക്കും അകത്തള കലഹങ്ങളും ഒന്ന് നിശബ്ദമാകണം. അതിനാണ് വ്രതം. ഇതിലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, വ്രതം എന്ന് പറയുന്നതിന് ഗുരുവാണി ശ്രവിച്ചാൽ കൃത്യവും വ്യക്തവും സ്പഷ്ടമായിട്ട് ഗുരു അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നതൊന്നുമല്ല. ഇയാൾ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തോന്നിയതോ അല്ല ആരും എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഇയാൾ ഈ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ 3 ശക്തികളുണ്ട്: ശരീരം, മനസ്സ്, ആത്മാവ്. ഇതൊരു പുതിയ അറിവാണല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ, അതാണ് നമ്മൾ. അത് ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് എന്ത് ശക്തി, എന്ത് മനസ്സിനെന്ത് ശക്തി? അപ്പം നമ്മുടെ ജീവനാണ് അല്ലെങ്കിൽ ആത്മാവിനാണ് ശക്തിയുള്ളത്. അല്ലാതെ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം മാത്രമാണ്, ഉപാധി മാത്രമാണ്, അല്ലേ? ഈ 3 കൂടി സംയോജിക്കുന്നതാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി, ഒരു ജീവൻ. അതല്ലാതെ 3 ശക്തികളാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അപ്പം ഗുരുവിൽ നിന്ന് ഇയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ പരമ്പരയിൽ നിന്ന് ഇയാൾ ഇതിൻ്റെ പുറത്ത് ഈ പറയുന്ന രീതിയിൽ വലിഞ്ഞു കയറി ഇരുന്നിട്ട് ഇയാൾക്ക് തോന്നുന്നതൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഗുരുവിൻ്റെ തത്വങ്ങളല്ല ഇയാൾക്ക് അതൊന്നും അറിയില്ല. അതൊന്നുമല്ല ഇയാൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇയാളുടെ കപട ഗുരുവിനെ ഗുരുസ്ഥാനത്ത് എത്തിക്കുക, പിന്നെ അതിൻ്റെ പുറത്ത് ഇയാൾ ഇരുന്നിട്ട് ഈ പ്രസ്ഥാനത്തെ ഊറ്റി ജീവിക്കുക. മനസ്സിലായി? ഇയാൾക്ക് പ്രമോഷൻ കിട്ടും. ഗുരുവിൻ്റെ ജീവചരിത്രം ഇയാൾ എഴുതിയിട്ട് എന്താണ് കാണിച്ചത്? അതിൻ്റെ പുറത്ത് തന്നെ ഇയാളുടെ ഒരു പടം. പിന്നെ ഇയാൾ അതിൻ്റെ ഒരു പേജ് എന്താ എഴുതിയത്? ഇയാൾ സഞ്ചരിച്ച രാജ്യങ്ങൾ. ഇയാളെ സഞ്ചരിച്ച രാജ്യങ്ങൾ ആർക്കറിയണം? ഇയാളുടെ ഫോട്ടോ ആർക്ക് കാണണം? ഗുരുവിനെക്കുറിച്ച് എഴുതുമ്പോൾ ഗുരുവിനെക്കുറിച്ചല്ലേ പറയേണ്ടത്, അല്ല ഇയാളെക്കുറിച്ച്. അതിൽ അതാ പറഞ്ഞത്, വാഴ നനയുമ്പോൾ ചീര നനയുക എന്ന് പറഞ്ഞ പോലെ ഗുരുവിനെക്കുറിച്ച് എഴുതിയില്ലേ? അത് ഭയങ്കര വലിയ എന്ന് വെച്ചാൽ ലിംക ബുക്ക് അവാർഡിന് വേണ്ടി. വിശ്വാസി പരമ്പര എല്ലാവരും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഭക്തിമൂത്രനാണെന്നാണ്. അത് മറ്റൊരാൾ എഴുതിയതാണ്. അതിനെ എഡിറ്റ് ചെയ്ത് ഇയാളുടെ ചേട്ടൻ ഇവർക്ക് കൂടി ഇഷ്ടമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി അതിൽ കുറേ ഫാബ്രിക്കേറ്റ് ചെയ്ത് ആ അവസാന നിമിഷമൊക്കെ ഉണ്ടാക്കിയെടുത്താണ് ഇവർ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ. മനസ്സിലായി? ഇപ്പം അടുത്ത, ശരീരം ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്, മനസ്സ് ചിന്തകളും ഭയങ്ങളും നിറഞ്ഞതാണ്, ആത്മാവ് ശാന്തിയും സത്യവും നിറഞ്ഞതാണ്. വ്രതമില്ലാത്ത ജീവിതത്തിൽ ശരീരം രാജാവാകുന്നു, മനസ്സ് അതിൻ്റെ സേവകനാകുന്നു, ആത്മാവ് അവഗണിക്കപ്പെടുന്ന ഒരു അതിഥിയായി മാറുന്നു. ഇയാളുടെ ദൗർബല്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം ശരീരം ഇയാൾക്ക് ദുർബലമാണ്. മനസ്സിലായി? അപ്പം ഇയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് വെള്ളം പൂശണം. അതിനു വേണ്ടിയാണ് ഇയാൾ പറയുന്നത്. കാരണം ഇയാൾ തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ, ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദുർബലനായ ഒരു മനുഷ്യനല്ലേ, പാവം. മനസ്സിലായി? ദുർബലനായ മനുഷ്യൻ ഈ വേഷം ധരിക്കരുത്. ഒരു വ്യക്തിയിലുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ മാറ്റം പൂർണ്ണമാകുന്നതിന് 41 ദിവസത്തെ വ്രതം ആവശ്യമാണെന്നും നമ്മുടെ ആധ്യാത്മിക സംഹിതകൾ വെളിപ്പെടുത്തുന്നു. വ്രതത്തിലൂടെ നമ്മൾ വെറും വിശ്വാസത്തിൽ മാത്രമല്ല, ജീവശാസ്ത്രത്തിലും മാറുന്നു. മദ്യം, മാംസം, അമിതഭക്ഷണം ഇവ ഒഴിവാക്കുമ്പോൾ നമ്മുടെ കരൾ ശുദ്ധമാകും, കുടൽ വിശ്രമിക്കും, രക്തം ലഘുവാകും, ഉറക്കം ആഴമാകും. കാരണം എന്താ അറിയോ? ഇവരൊക്കെ എപ്പോഴും മദ്യപിക്കുന്നതാണ്. അതിനുവേണ്ടി എന്നും മദ്യപിക്കാനും പിന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദ്യ ഫാക്ടറി തുടങ്ങാൻ പോയി. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് വേണ്ട മദ്യങ്ങളൊക്കെ അടിച്ച് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കാരണം മദ്യവും മാംസവും ലഹരിയും എല്ലാം ഉപയോഗിച്ച് സാധാരണ മനുഷ്യനൊന്നും അതിനുള്ള സമയമില്ല. വല്ലപ്പോഴും ഒക്കെയാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ അന്യൻ പണിയെടുക്കുന്ന, അന്യൻ്റെ വേർപ്പ് കൊണ്ട് അന്നം ഊട്ടപ്പെടുന്നവരാണ് ഇവർ. അന്നം മാത്രമല്ല, അന്നത്തിലൂടെ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ വൃത്തികേടുകളും അതിന് പണം കൊടുക്കുന്നത് ഈ വിശ്വാസമൂഹവും. മനസ്സിലായത്? അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെ വെറ്റുപിടിച്ചിട്ടാണ് ഇവരെല്ലാം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലേക്കുള്ള നമ്മുടേതായ തീർത്ഥാടനം. മിതഭക്ഷണം പ്രാർത്ഥനയുടെ ശക്തി കൂട്ടും എന്ന് പറയുന്നു. വാക്കുകൾ കുറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങും. ദൈവം എവിടെയാണ്? അവൻ ക്ഷേത്രത്തിലല്ല, നമ്മുടെ ഉള്ളിലാണ്. കേട്ടില്ലേ? നമ്മൾ എന്താ പറയുക, നമ്മുടെ ഉള്ളിലാണ് ദൈവം ഉള്ളത്, അല്ല ക്ഷേത്രങ്ങളിലല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ആശ്രമത്തിൽ ഈ പറയുന്ന പൂജിതനെ കാണുന്ന ആൾക്കാർ വരുന്നത്? ഗുരുവിനെ പ്രാർത്ഥിച്ച് ജീവിച്ചാൽ പോരെ ആൾക്കാർ. പിന്നെ മിതഭക്ഷണം, പിന്നെ അത് തന്നെയല്ല
എന്താ പറയുക, നമ്മൾ വാക്കുകളെ പരിമിതപ്പെടുത്തണം. ആരാണ് പറയണമെന്ന് ആലോചിക്കണം. മനസ്സിലായി? ഇവരെന്താ ചെയ്യുന്നത്? ഗുരുവിൻ്റെ പഴയ ത്യാഗനിർഭരമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവർ സുഭിക്ഷമായിട്ട് ബിരിയാണിയൊക്കെ അടിച്ച് ജീവിക്കും. മനസ്സിലായോ? എല്ലാ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ ത്യാഗം പറയുന്നത്. പണ്ട് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗോപിയണ്ണൻ്റെ മോള് ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടിയപ്പോൾ, അല്ലെങ്കിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോൾ, വിശ്വാസി പരമ്പരയിൽ എല്ലാവരെയും വിളിച്ചിട്ട് ശാന്തിരാശ്രമത്തിൽ ഇവർ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഗൃഹസ്ഥരെയും ആബാലവൃദ്ധം ജനങ്ങളെ അവിടെ പിടിച്ചിരുത്തി അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് രാവിലെ വന്നിരുന്നിട്ട് രാത്രി 12 മണിക്കാണ് അവർക്കൊരു ഇത് കൊടുക്കുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നത്. ഇവന്മാർ ഓരോരുത്തരന്മാർ, അത് ഗുരുരത്നായാലും കൊള്ളാം, ചൈതന്യനായാലും കൊള്ളാം, ഈ പറയുന്ന സ്നേഹാത്മൻ എന്ന് പറയുന്നവനായാലും കൊള്ളാം, ഇവരൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവർ ആ പാവങ്ങളെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് അവർക്ക് വിശന്ന് ഒരു കണക്കിനാകുമ്പോൾ രാവിലെ 8 മണിക്ക് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ, പ്രാർത്ഥന കഴിഞ്ഞ് പിടിച്ചിരുത്തിയാൽ നേരെ ഒരു 11 മണിയാകുമ്പോൾ വിടും കഞ്ഞി കുടിക്കാൻ. അത് കഴിഞ്ഞ് വിടും 3 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആ ഇടയ്ക്കൂടെ നിൽക്കാനായിട്ട് വന്ന ഒരു സമയമാണ് ഗുരു ശരീരം വിട്ടതിന് ശേഷം, അപ്പോൾ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഗുരു മറ്റേന്താ പറയുക, വേലിക്കമ്പിൽ നിന്ന് കപ്പക്കിഴങ്ങ് എന്ന് വെച്ചാൽ വേലിക്ക് നാട്ടിയ ആ ഒരു കപ്പത്തണ്ട്, അതിൽ നിന്ന് കുറേ നാൾ കഴിയുമ്പോൾ അതിന് വേര് പിടിച്ച് കപ്പക്കിഴങ്ങ് ഉണ്ടാവുമല്ലോ, ആ കിഴങ്ങ് മാന്തി എടുത്തിട്ട് ചുട്ട് കൊടുക്കുകയും അത് വേവിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയും കഴിക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവന്മാർ ഈ പറയുന്ന സുഖലോലിതവ എല്ലാം ചെയ്യുന്നത്. അതാ പറഞ്ഞത്, വാക്കൊന്ന് പ്രവൃത്തി വേറൊന്നും. എന്ത് പറയുന്നു അതിന് ഘടകവിരുദ്ധമാണ് ഇവന്മാരുടെ പ്രവൃത്തിയല്ല. മനസ്സിലായോ? പക്ഷേ പാവപ്പെട്ട കുറേ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാം, ചതിച്ചും വഞ്ചിച്ചും. അപ്പം അടുത്ത മനുഷ്യന്റെ ആയുസ് വർഷങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കൂടിയാണ്. ഒരാൾ 80 വർഷം ജീവിച്ചിട്ടും ഉള്ളിൽ ദേഷ്യം, ഭയം, ആസക്തി, അഹങ്കാരം ഒന്നും മാറിയിട്ടില്ലെങ്കിൽ അത് ദീർഘായുസിനെ സൂചിപ്പിക്കുന്നില്ല, ശരീരത്തിന്റെ ക്ഷീണം മാത്രമായി മാറുന്നു. വ്രതം ശരീരത്തെ ലഘൂകരിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, നമ്മുടെ കോശങ്ങൾ നമ്മളോടൊപ്പം നന്ദി പറയും. അതുകൊണ്ടാണ് വ്രതം പാലിക്കുന്നവരിൽ പലർക്കും പ്രായമുണ്ടായിട്ടും കണ്ണുകളിൽ ഒരു കുഞ്ഞിന്റെ തെളിച്ചവും പ്രകാശവും ദൃശ്യമാകുന്നത്. എന്താണ് പറയുക, ഇതൊക്കെ പാലിക്കുന്നവർക്ക് ഒരു കുഞ്ഞിൻ്റെ കണ്ണിൽ കുഞ്ഞിൻ്റെ തിളക്കവും പ്രകാശവും ഉണ്ടാവുമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഈ അമൃതയ്ക്ക് ഇതുണ്ടോ, ഈ ഗുരുരത്നന് ഇതുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരിതൊന്നും പാലിക്കാതെയാണ് ഈ പറയുന്നത്. മനസ്സിലായ? ഈ പറയുന്ന നോണുകൾ കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, നോൺ ഇവർ കഴിക്കുന്നത് വെച്ചാൽ മരുന്ന് പോലെയാണെന്നാണ് പറഞ്ഞത്. മരുന്ന് പോലെ എങ്ങനെയാണ്? പണ്ട് ബേക്കറിയിൽ ഞാൻ മാനേജറായിട്ടിരുന്നപ്പോൾ ഈ കേക്കിനകത്ത് എനിക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഒരു പയ്യൻ നമ്മുടെ മുട്ട മേടിച്ചിട്ട് നമ്മുടെ അങ്ങാടിക്കട, പോത്തൻകോട് അങ്ങാടിക്കടയുടെ മുകളിൽ കൊണ്ടിട്ട് പൊട്ടിച്ചിട്ട് അത് ഒരു തൂക്കുപാത്രം, വലിയ തൂക്കുപാത്രത്തിലാക്കി കൊണ്ടുവരും. അപ്പോൾ അതിന് പറയുന്നത് ജെല്ലെന്നാണ് പറയുന്നത്, കേക്കിൽ ചേർക്കാനുള്ള ജെല്ല്. നമ്മളിത് പോയി നോക്കാറില്ലല്ലോ. നമുക്കിങ്ങനെ ഈ ജെല്ലെന്ന് പറയുമ്പോൾ ജെല്ല് അത് തുറന്ന് നോക്കി, അത് രഹസ്യമായിട്ടാണ് അവൻ കൊണ്ടുവരുന്നത്. ഇത് കേക്ക് ഉണ്ടാകുന്ന തലശ്ശേരിയിലെ പണിയാരായിരുന്നു, വിശ്വാസികളല്ലോ. അവർ ഇത് മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കും, കേക്ക് പുറത്തു വരും. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കേക്കിൽ മുട്ട ചേർക്കുന്നുണ്ടോ? മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ കേക്ക് ഇങ്ങനെ പൊങ്ങുള്ളൂ. എന്നുവെച്ചാൽ അതിനൊരു ഇത് വരാനായിട്ട്, ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടി മുട്ട ചേർക്കണമെന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, വൃദ്ധസമയത്തും ഒക്കെ ഇത് ചേർക്കും. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നീട് ഒരു കാലത്തെന്ന് വെച്ചാൽ അവൻ ലീവിന് പോയപ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഈ മുട്ട മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ മുട്ട ഇങ്ങനെ ആശ്രമത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യാവോ? നമ്മുടെ ഈ വൃദ്ധസമയത്തൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? അപ്പം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ മരുന്ന് പോലെ ഉപയോഗിക്കാം. മനസ്സിലായേ? അപ്പം ഞാൻ പിൽക്കാലത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, മരുന്ന് പോലെ ഞണ്ട് തിന്നാം, മരുന്ന് പോലെ കൊഞ്ച് തിന്നാം, മരുന്ന് പോലെ മീൻ തിന്നാം. ആര്? ഈ അമൃതാജന്യം ഉൾപ്പെടെ. മനസ്സിലായേ? അപ്പം ഇവർക്ക് ആരോഗ്യക്കുറവാണ്, അതുകൊണ്ട് മരുന്ന് പോലെ ഈ ഫുഡ് ഇതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് പിന്നെ ഇതുള്ളത്, പരിശുദ്ധി ഉള്ളത്? ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. പരിശുദ്ധി എന്ന് പറയുന്ന സാധനം എവിടെയുണ്ട്? ഇവനും എല്ലാ നോണും അടിക്കും. മനസ്സിലായോ? ഈ ഇപ്പോഴത്തെ പുതിയ സന്യാസിമാരുടെ ഒരു കൂട്ടം തന്നെ ഇതിനൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. മനസ്സിലായി? ഇപ്പം ജനധന്മസ്വാമി എന്ന് പറഞ്ഞ ആൾ മദ്യക്കച്ചവടത്തിന് പോയത് ഇവർ പറഞ്ഞു വിട്ടിട്ടാണ്. ഈ ഗുരുരത്നൻ്റെ
പിന്നെ എന്താ പറയുക കയ്യാളായിട്ടാണ് പോയത്. അപ്പോൾ ഈ എല്ലാ തോന്നിവാസങ്ങളും ഇവർ കാണിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഭക്തി, വ്രതം, ശുദ്ധി, എന്താ പറയുക പ്രാർത്ഥന, കർമ്മം ഇതെല്ലാം പറയും ഇല്ലേ? തിരിച്ചിതൊന്നും ചോദിക്കാൻ പറ്റിയ ബുദ്ധിയുള്ള, അല്ലെങ്കിൽ ഭയമാണോ, അല്ലെങ്കിൽ പിന്നെ കസേര പോയതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്താ പറയുക അവരും ഈ അരാജകത്വപരമായ എന്നുവെച്ചാൽ ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയും നടത്തുന്നത് പോലെ അവരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ ആഭാസകരം നിറഞ്ഞതാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായ? ഇപ്പം നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആരെ ചോദിക്കാനാണ്? നമുക്കത് സുഖമാണ്, രസമാണ്. നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആത്മീയപരമായിട്ട് ഉന്നതിയിരിക്കുന്നവർ എന്താ പറയുക അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതും അവരും ഇത് പാലിക്കുന്നവരാണെങ്കിൽ അതിനൊട്ടി ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുള്ളൂ. അവരെ വർണ്ണിച്ച് അവരെ പുകഴ്ത്തി അവരെ സ്തുതിപാലകരായി അങ്ങനെ പോവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അടുത്തേ ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആഭിമുഖ്യം, ലഹരിയോടുള്ള ആസക്തി, ലൈംഗികമായ അരാജകത്വം, സ്പർദ്ധ ഇതെല്ലാം യുവാക്കളുടെ മനസ്സിനെ ഛിന്ന ഭിന്നമാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരു പറഞ്ഞിട്ടുള്ളതാണ്, പ്രസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു അത് ലോകത്ത് നടക്കുന്നുള്ളൂ, അതിൻ്റെ പ്രതിഫലനം ഈ ലോകത്തുണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പീഡനമുണ്ടായാൽ ലോകത്ത് പീഡനം ഉണ്ടാവും. എവിടെ? ശാന്തിരാശ്രമത്തിൽ. ഇവിടെ മദ്യത്തിൻ്റെ ആസക്തി ഉണ്ടായോ അത് ലോകത്ത് പ്രതിഫലിക്കും. ഇവിടെ മയക്കുമരുന്നിൻ്റെ അതിപ്രസരം ഉണ്ടായോ, ഇവിടെ ഉപയോഗം ഉണ്ടായോ അതും ലോകത്ത് പ്രതിഫലിക്കും. പിന്നെ ലൈംഗിക അരാജകത്വം ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. ഈ ലൈംഗിക അരാജകത്വം ഉണ്ടായത് കൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയുക ദയാജന്യക്ക് ഈ ഒരു ദുർഗതി വന്നത്. ഇത് കേരള ശബ്ദത്തിൽ 2003 വന്ന വാർത്തയാണ്. എന്തുകൊണ്ട് ഈ വാർത്ത വന്നു ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ശാരീരികവും മാനസികമായിട്ട് ഇവരെ പീഡിപ്പിച്ചപ്പോൾ ഇവരെ അമ്മേനെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് പലായനം ചെയ്തു. അതിൻ്റെ പുറകെ അമൃതാജന്യയും കിങ്കരന്മാരും, ഈ ഗുരുരത്നൻ ഗുരുമിത്രൻ എന്ന് പറയുന്ന കിങ്കരന്മാർ, സോമദാസൻ ഡോക്ടർ, കുറച്ച് ജന്യന്മാരും എല്ലാം കൂടി പരിവാരങ്ങളായിട്ട് നേരെ കൊല്ലം മയ്യനാട് പോയിട്ട് അടികൊണ്ടു. അടികൊണ്ടെന്ന് പറഞ്ഞാൽ അടിച്ച് പിരുത്ത് കളഞ്ഞു വരും. മനസ്സിലായി? നാട്ടുകാരെല്ലാം കൂടി. കാരണം അമ്മാതിരി പീഡനമാണ് ഇവൻ ഈ ഗുരുരത്നൻ ഈ കൊച്ചിനോട് കാണിച്ചത്. മനസ്സിലായേ? ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഇത് ഓടി അമൃതാജിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അമൃതാജിനി ഇതിനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജന്നി എന്നെ ഇയാൾ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയും? അവരവരെ രക്ഷിച്ചോളണം, എനിക്കിതൊന്നും ബാധ്യതയില്ല. മനസ്സിലായേ? അങ്ങനെ ഓരോ വ്യക്തികളും ഇപ്പം സന്യാസിനിമാരായാലും കൊള്ളാം, സ്വാമിമാരായാലും കൊള്ളാം, ഒട്ടനവധി പേര് പിന്നീട് ഒരു പിന്തുടർച്ച പോലെ പോയി. എന്നിട്ട് ഇവരെക്കുറിച്ച് കള്ളക്കഥ പറഞ്ഞിട്ടുണ്ടാകും. 25 ലക്ഷം രൂപ കട്ടണ്ട് പോയി. ഒരുപാട് പിന്നെ എന്താ പറയുക ഒരുപാട് കള്ളക്കഥകൾ നമ്മൾ ആ കാലത്ത് വിശ്വസിച്ച് പോയി. പക്ഷെ പിൽക്കാലത്ത് ഇതിനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സത്യങ്ങളും പിടിച്ചെത്ത് വന്നു. മനസ്സിലായില്ലേ? കാരണം അന്ന് അവരിപ്പോൾ അടി കൊണ്ടില്ലെങ്കിൽ ഇതൊരു വൈദ്യപരിശോധന എന്തെങ്കിലും നടത്തിയാൽ ഗുരുരത്നം പിന്നെ ഈ ജന്മത്തെ പുറത്തിറങ്ങത്തില്ലായിരുന്നു. മനസ്സിലായി? അതിൻ്റെ കൂടെ ഈ അമൃത അമ്മാതിരി കാര്യങ്ങളാണ് ആ കൊച്ചിനടി ചെയ്തത്. അപ്പം ഗുരുവിനെ വിശ്വസിച്ച് വന്നവരാണ് അവർക്കാണ് ഈ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് പറയണ സമത്വം, ഇതെല്ലാം സ്നേഹം ഭയങ്കര കാര്യമായിട്ട് ഇവൻ പറയും. ഇവൻ്റെ കൂടെ കൂടുന്നതെല്ലാം ഇവനോട് ചേരേണ്ടതാണ്. മനസ്സിലായി? ഇവന് വേണ്ടി വാദിക്കുന്നവരെല്ലാം ഇവനോട് ചേരേണ്ടവരാണ്. അവരുടെ സ്വഭാവവും വൈകല്യമായിരിക്കും. മനസ്സിലായി? അടുത്തേക്ക് വ്രതം നമ്മെ വീണ്ടും ഏകോപിപ്പിക്കും, നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. യുവത ശക്തിയില്ലാത്തവരല്ല, ദിശാബോധമില്ലാത്തവരാണ്. ഇവൻ ഇവിടെ ഈ ഗുരുരത്നൻ ഈ പറഞ്ഞ യുവതയെ എന്താ ചെയ്തെന്നറിയോ? ഗൃഹസ്ഥാശ്രമികളെ മക്കളെ ഇവൻ മദ്യം, മയക്കുമരുന്ന്, പെണ്ണും എല്ലാം കൊടുത്തിട്ട് ഇവൻ്റെ ഹിതത്തിന് ഇവൻ്റെ ഓരോ കല്ലിടൽ, പിന്നെ ശിലാസ്ഥാപനങ്ങളും മറ്റുള്ള ഉദ്ഘാടനങ്ങളും എല്ലാം അവിടെ വലിയ ഫ്ലെക്സ് വെക്കാൻ വേണ്ടി ഈ പയ്യന്മാർക്കും എല്ലാം കൊടുത്തിട്ട് രാത്രി ആശ്രമത്തിൻ്റെ വണ്ടിയിൽ ഇവൻ്റെ ചെലവിൽ ഇവൻ കൊണ്ട് വെപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടാകും. അതിന് ഇഷ്ടം പോലെ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവനെതിരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അമൃതാജിൻ്റെ ഗുരുരത്നെ കുറിച്ച് എന്തെങ്കിലും എഴുതിയ ആൾക്കാർ, ഇപ്പം ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനുൾപ്പെടെ പിന്നെ എഴുതിയപ്പോൾ ഗുണ്ടകൾ ചെന്നായിരുന്നു. മനസ്സിലായില്ലേ? ദിനിലിൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. പിന്നെ സുനിൽ എന്ന് പറയുന്ന ഒരു സുനിലിൻ്റെ അശോകൻ്റെ അനിയൻ സുനിലിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഇവരെക്കുറിച്ച് പറയുന്നതിനാണ്. അവിടെ ചെന്ന് വീട് കയറി ഭീഷണിപ്പെടുത്തുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെയൊക്കെ ഇല്ലീഗലായിട്ട് ഇവൻ ഒരുപാട് കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ?
അതുകൂടാതെ തന്നെ പിന്നെ മറ്റു അനാശാസ്യപരമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചവനാണ് ഈ പറയുന്നത് യുവത്വത്തിനെ കുറിച്ച്. എന്തിനാണ് പറയുന്നത്? എൻ്റെ അനിയൻ ഇവൻ പിന്നെ മദ്യം കൊടുത്തുകൊണ്ട് ഇവൻ്റെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയൻ, ഏറ്റവും അനിയൻ, രണ്ടാമത്തെ അനിയല്ല, ഏറ്റവും അനിയൻ മദ്യം മേടിപ്പിച്ച് ഇവന് കുടിക്കാൻ വേണ്ടിയുള്ള മദ്യം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് മദ്യപിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവനെ കൊണ്ട് വേറെ ആൾക്കാരെ ട്രാപ്പിലാക്കിച്ചിട്ടുണ്ട്. എങ്ങനെ? മദ്യം മേടിച്ച് കുടിപ്പിച്ചിട്ട് അവരുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് അവരെ ചൂഷണം ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പല രീതിയിൽ സ്ത്രീകളുമായിട്ട് ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ഉപകരണങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഇവൻ്റെ പല സ്ഥലത്തും ഈ ഹോളുകളിൽ അവരിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട് വിശ്വാസത്തിൽ. ഗുരുവിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ വരെ ഇവന് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ട്രാപ്പിപ്പെടുത്തിയിട്ട്. മനസ്സിലായി? വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സ്വഭാവം ഇവനും ഗുരുരത്നമുണ്ട്, അമൃതാജിന്യ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്. അവരും ഇതേപോലെ തന്നെ പല രീതിയിൽ ആൾക്കാരെ ട്രാപ്പിലാക്കിയിട്ട് അവിടെ നിന്നിട്ട് ഈ എന്താ പറയുക, രണ്ട് ആടുകളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന പരിപാടി, ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി. മനസ്സിലായോ? അപ്പം അടുത്ത ഹിന്ദുമത ആചാരപ്രകാരം വ്രതങ്ങളിൽ ഏകാദശി, ഷഷ്ടി, പ്രദോഷം, അമാവാസി, പൗർണമി, നവരാത്രി, ശിവരാത്രി, ശബരിമല മണ്ഡലകാലം, തിരുവാതിര, തിങ്കളാഴ്ച വ്രതം എന്നിങ്ങനെ പലതുമുണ്ട്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, ബാലവൃദ്ധ ഭേദമില്ലാതെ കുടുംബത്തിലെ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങൾ ഒരു ശീലമാക്കിയാൽ സ്വകുടുംബ ഐശ്വര്യമുണ്ടാകുമെന്ന് ഹൈന്ദവമായ വിശ്വാസം. ഇപ്പം ഹൈന്ദവതയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഓരോ കാര്യങ്ങളും ഇദ്ദേഹം പറയുന്ന കേട്ട് ഞാൻ അവസാനം ചോദിക്കാം, മറ്റൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള വ്രതത്തിൻ്റെ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞില്ലേ, ഇനി അടുത്തത് കേൾക്കാം. വ്രതമെടുക്കുന്നവർ അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യഭക്ഷണം, മാംസാഹാരം, മദ്യപാനം, പുകവലി തുടങ്ങി ലഹരി ഉപയോഗം, അമിത സംസാരം, പരദ്രോഹ ചിന്ത എന്നിവ ഒഴിവാക്കുകയും കിടക്ക ഉപയോഗിക്കാതെ ഉറങ്ങുകയും ചെയ്യണമെന്നാണ് വിധി. കേട്ടില്ലേ? ഇതൊക്കെ ഹൈന്ദവ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടുള്ള ആ ഒരു വിധികളാണ് വ്രതത്തെക്കുറിച്ചുള്ളത്. അടുത്ത കേൾക്കാം. എന്നാൽ പഴങ്ങളും കരിക്കിൻ വെള്ളവും ശുദ്ധജലവും എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാം. കൂടാതെ ക്ഷേത്രദർശനവും നാമജപവും പാവപ്പെട്ടവർക്ക് അന്നദാനവും വസ്ത്രവും മുതലായവ ദാനം നടത്തുകയും സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യണം. അതാണ് പൊതുവായ താന്ത്രിക വിധി. ഇപ്പൊ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഹൈന്ദവതയുടെ പൊതുവായ താന്ത്രിക അല്ലെങ്കിൽ വ്രതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത കേൾക്കാം. ഓരോരോ വ്രതങ്ങൾക്കും വ്യത്യസ്തമായ ഉദ്ദേശവും ഫലസിദ്ധിയുമുണ്ട്. സൗം എന്ന അറബി പദം ഒരു വസ്തുവിനെ വെടിഞ്ഞു നിൽക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് സൗം എന്ന പദത്തിന്റെ അർത്ഥം. നോമ്പ് എന്ന് സാധാരണമായി മലയാളത്തിൽ നമ്മൾ പറയുന്നു. പ്രഭാത നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നത് മുതൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരം വരെയുള്ള സമയം ആഹാരപാനീയങ്ങൾ ഉൾപ്പെടെ എല്ലാ സുഖസൗകര്യങ്ങളും അവ ലഭ്യമായിരിക്കെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് സൗം അഥവാ നോമ്പ്. വ്രതം ഉപവാസത്തിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്ന് ചീത്തയായ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തയോ പാടില്ലെന്നാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം. ഇത് ഇസ്ലാം മതത്തിന്റെ വ്രതത്തിന്റെ ഒരു പ്രത്യേകതകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത കേൾക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമായാണ് മൗനവ്രതത്തെ കണക്കാക്കുന്നത്. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിലും മൗനവ്രതം ആചരിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ല എന്നാണ് പറയുന്നത്. മൗനവ്രതം ആചരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത സംഭാഷണ പ്രയോഗങ്ങളും വാക്കുകളുമൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവും. ആർക്കും വേദനിക്കുന്ന സംഭാഷണങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കും. നാവ് നിയന്ത്രിച്ചാൽ ജീവിതം സുന്ദരമാകും. മൗനവ്രതം അനുഷ്ഠിക്കുമ്പോൾ കോപം നിയന്ത്രിക്കുവാനും സാധിക്കും. ഭഗവത്ഗീതയിൽ മൗനവ്രതത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. മൗനവ്രതം എന്നത് പൂജ, ജപം, സേവനം, ധ്യാനം തുടങ്ങിയ സാധനകൾ പോലെ പ്രാധാന്യമുള്ളവയാണ്. മനസ്സിനെ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് ഭഗവത്ഗീതയിലെ 10-11 അധ്യായങ്ങളിൽ വിവരിക്കുന്നു. അതിസൂക്ഷ്മമായ ആത്മീയ സാധനയാണ് മൗനവ്രതമെന്നും ഗീതയിൽ ഉപദേശിക്കുന്നു. ഇത് ഗീതയിൽ ഉപദേശിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇത് ഈ മൗനവ്രതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. കാരണം ഒരിക്കൽ ഒരാൾ മരിച്ചപ്പോൾ, ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് 24 മണിക്കൂറും മൗനവ്രതമായിരുന്നു. കാരണം ആ മരണം
ദുരൂഹ സാഹചര്യത്തിൽ ഒരു മരണമായിരുന്നു. അപ്പോൾ ചർച്ചകൾ ഉണ്ടാവുമല്ലോ. ആശ്രമ സംവിധാനത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അതെങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അന്നിറക്കിയ ഒരു തന്ത്രമാണ് ഈ 24 മണിക്കൂർ എല്ലാവരും മൗനവ്രതത്തിലായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം അന്ന് ആൾക്കാരെല്ലാം ആംഗ്യഭാഷയിലാണ് സംസാരിച്ചത്. ആംഗ്യഭാഷ സംസാരിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പം സംസാരിക്കും പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് ഇറക്കിയ ഒരു തന്ത്രമാണ് മൗനവ്രതം. 24 മണിക്കൂറും മൗനവ്രതം. അദ്ദേഹത്തിനെ കണ്ടു, അടക്കം ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ എന്താണ് പശുവും ചത്തും മോൻ്റെ പുളിയും പോയി, പിന്നെന്ത് പറയാനാണ്. അപ്പോൾ ആ 24 മണിക്കൂർ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മൗനവ്രതം. ഭയങ്കര തന്ത്രമല്ലേ. അതാണ് എനിക്കിപ്പോൾ ഈ മൗനവ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നത്. അപ്പം അടുത്ത വ്രതമെന്നത് ആഹാരം കുറയ്ക്കൽ മാത്രമല്ല, ആഗ്രഹങ്ങൾ കുറയ്ക്കലാണ്. ആത്മാവിൻ്റെ ഉദ്ധാരണ മാർഗമാണ്. യേശുക്രിസ്തു തൻ്റെ പൊതുശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ചു എന്നാണ് ചരിത്രം. ക്രിസ്ത്യാനികൾ വ്രതമെടുക്കുന്നത് ഈ ത്യാഗജീവിതത്തെ അനുസ്മരിക്കുകയും അനുകരിക്കുകയും ചെയ്യാനാണ്, പ്രാർത്ഥനയ്ക്ക് ശക്തി നൽകുവാൻ. ബൈബിളിൽ വ്രതവും പ്രാർത്ഥനയും ചേർന്നാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള അതും പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ആ ഒരു കാര്യം, ക്രിസ്തു മതത്തിൽ എങ്ങനെയാണ് വ്രതമെടുക്കുക എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ബാക്കി കൂടി കേൾക്കാം. ബുദ്ധമതത്തിലെ വ്രതത്തിന്റെ അടിസ്ഥാനം ശീലം, സമാധി, പ്രജ്ഞ എന്ന 3 തൂണുകളിലാണ്. വ്രതം ഇവയെ ശക്തിപ്പെടുത്തുന്ന ഒരു ശീല പരിശീലനമാണ്. ശരീര നിയന്ത്രണത്തിലൂടെ മനസ്സിന്റെ അസ്വസ്ഥതകളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമാണ് ഇതിന്റെ ലക്ഷ്യം. ബുദ്ധമതത്തിലെ ഉപോസ്ത ദിനങ്ങളെന്ന പ്രത്യേക ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നു. ഈ ദിവസങ്ങളിൽ സാധാരണ വിശ്വാസികൾ അഷ്ടശീലങ്ങൾ പാലിക്കുന്നു. വ്രതമെന്നത് വെറും 41 ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന ഉപവാസമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളുടെ പ്രതിജ്ഞ. എന്നുവെച്ചാൽ ഈ ബുദ്ധമതത്തിനെ കുറിച്ചും പറഞ്ഞു ഇപ്പം ഇദ്ദേഹം. എന്നുവെച്ചാൽ മറ്റുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെ, അവരുടെ വ്രതങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ബാക്കിയല്ല. ആരാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ? ശിഷ്യൻ എന്നത് വെറും കേൾവിക്കാരനല്ല, ഗുരുവാക്ക് ഉൾക്കൊള്ളുന്നവനാകണം. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ശിഷ്യൻ തന്റെ അഹങ്കാരം ഉപേക്ഷിച്ച് വിനയത്തോടെ നിൽക്കുമ്പോഴാണ് ഗുരുശിഷ്യ പാരസ്പര്യം ആരംഭിക്കുന്നത്. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? ഗുരുവാക്കിനെ അത് എന്താ പറയുക, സംശുദ്ധമായിട്ട് സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് ശിഷ്യൻ, അല്ലേ? ഗുരു എന്ത് പറഞ്ഞിരിക്കുന്നോ അതിനെ പരിപാലിച്ച് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അല്ലാതെ ഗുരുവാക്കിനെ മറികടന്ന് സ്വന്തം താല്പര്യം അവിടെ സ്ഥാപിച്ച് ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നവനല്ല ശിഷ്യൻ. മനസ്സിലായോ? അപ്പം ഇന്ന് എന്താണോ ഇവർ കാണിക്കുന്നത് അതല്ല ഒരു ശിഷ്യൻ, അല്ലെ ഒരു ശിഷ്യൻ, അല്ലേ? അടുത്ത ഗുരുശിഷ്യ ബന്ധമെന്നത് വെറും അറിവ് മാത്രം കൈമാറുന്ന ഔപചാരികമായ ബന്ധമല്ല, അതൊരു ആന്തരിക പരിണാമ യാത്രയാണ്. എന്നുവെച്ചാൽ ഗുരുശിഷ്യ ബന്ധമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് ഇദ്ദേഹം കാണുന്ന, അല്ലെങ്കിൽ കപട ഗുരുവായ ശിഷ്യപരാജിത എന്ന അമൃതാജന്യയെ ഇദ്ദേഹം വിളിക്കുന്നത് എന്താണെന്നറിയോ? കയറിപ്പോടി. എന്നുവെച്ചാൽ പറയാൻ കൊള്ളാത്ത വാക്കുകളായിട്ട് മാറുന്നു. പല സമയത്തും പലരും കേട്ടിട്ടുണ്ട്, ഞാനടക്കം. മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം കാണുന്നത് മറ്റൊന്നാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, ഇദ്ദേഹം പലരും മുമ്പിൽ ഇവരെക്കാൾ ഞാൻ ഉയർന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പ്രവണത ഇയാൾ ചെയ്തത്. എന്നുവെച്ചാൽ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വിശ്വാസിനോട് ഇപ്പോൾ ഒരു ജന്യൊരു കാര്യം പറഞ്ഞു, അവിടെ നീ പോകണ്ട എന്ന് പറയുമ്പോൾ ഇയാൾ പോകാൻ പറയുമ്പോൾ അവർ പറയും എന്നോട് പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും അവരങ്ങനെ പറഞ്ഞോ, എന്നാൽ നീ വാന്ന് പറയും. കാരണം അവരെൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതിന്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പൊസിഷൻ ഇരിക്കുന്നത് ഞാനാണ്. അവരവിടെ ഡെമ്മിയായിട്ടിരിക്കും, പക്ഷെ ഭരണം മൊത്തം ഞാനാണ് നടത്തുന്നത്. അവരേക്കും വലിയ ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ്? അതിനതിൻ്റെ പിന്നാമ്പുറ കഥകളുണ്ട്. അതാണ് ഈ ആഭാസ ഈ പറയുന്ന വാർഷികം, അവസ്ഥാപൂർത്തീകരണ നാടകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗുരുരത്നൻ എന്ന് പറഞ്ഞാൽ അവനോട് ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആ രീതിയിലാണ് അവരുടെ ഒരു ബന്ധം നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെ ഇവനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുകയും ഇതുപോലെ പറഞ്ഞാന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ പറഞ്ഞ് എന്നാൽ അവൻ പോകും എന്ന് പറയുമ്പോൾ ശരി മോൻ പൊക്കോന്ന് പറയും. മനസ്സിലായോ? കാരണം പബ്ലിക്കായിട്ട് ഇവർ അതിനകത്ത് ആശ്രമത്തിനകത്ത് അവൻ വളരെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. കയറിപ്പൊടിയകത്ത് മറ്റേ എന്നുവെച്ചാൽ ഞാനത് ലഘൂകരിച്ച് പറഞ്ഞതാണ്. അമ്മാതിരി കേട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പരമ്പരയിലുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പം പറയും കൊച്ചിൻ്റെ ഒരു കാര്യം,
എന്ന് പറഞ്ഞിട്ട് ചൂല് പോലെ അവർ കയറിപ്പോവും. മനസ്സിലായി? നമുക്ക് തന്നെ ഒരു ആത്മനിന്ദ തോന്നുമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞല്ലേ ഇതിൻ്റെ വൃത്തികേടുകൾ കംപ്ലീറ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴല്ലേ അവരങ്ങനെ വിളിച്ചാൽ പോരെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ വിളിക്കാൻ അർഹതപ്പെട്ടവൻ തന്നെയാണ് അവരെ വിളിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ എന്നിട്ടാണ് ഈ പറയുന്ന എന്താ പറയുക, അമേദ്യത്തെ സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് ഇത് ഭയങ്കര സ്വർണമാണ്, പവിത്രമാണ്, അമൂല്യമാണെന്നൊക്കെ വർണ്ണിക്കുന്നു. മനസ്സിലായേ? അപ്പോൾ വാക്കുകൂടി കേൾക്കും. ഗുരു ശിഷ്യന്റെ മനസ്സിനെ പതിയെ ശുദ്ധീകരിച്ചും പരിവർത്തനം ചെയ്തും ആത്മാവിനെ ഉദ്ധാരണം ചെയ്യുന്ന ഒരു മഹായാത്ര. അത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഗുരു ചെയ്യുന്ന അങ്ങനെയാണ്. ശിഷ്യന്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തി അത് ചെയ്യുന്നു. അല്ലാതെ കപട ഗുരുവിനെ സൃഷ്ടിക്കലല്ല ഗുരുവിൻ്റെ ജോലി. മനസ്സിലായി? ഗുരു എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഗുരുവിൻ്റെ ഗുരുവാണിയിൽ എന്താ പറയുക, ബൈലോ സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്, പിൻ ചെയ്യുന്നതാണ്. ഗുരു എന്താണ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഒരിക്കലും ഒരു ഗുരുസ്ഥാനത്തേക്ക് ഒരാൾ വരത്തില്ല എന്നുള്ളത്. മനസ്സിലായി? പിന്നെ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഇത് ഈ പരമ്പരയെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയ ആൾ അതിനുള്ള ഒരു തീർപ്പുണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ഒരുപാട് ഈ ഗുരുവാണികളെയും ഗുരുവിൻ്റെ ഫോട്ടോയും ഗുരുവിൻ്റെ വീഡിയോസൊക്കെ ഭയക്കുന്നത് ഇതുകൊണ്ടാണ്. ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാപട്യം, ഒരു ചീട്ട് കൊട്ടാരം ഉണ്ടല്ലോ, അത് തകർന്നു വീഴും. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി വരുന്ന. ഇപ്പം എന്ന് വെച്ചാൽ ഭൂരിഭാഗം വിശ്വാസ സമൂഹത്തിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകാനുള്ളൂ. മനസ്സിലായ? ഇപ്പം ഇവർ ഈ ചന്ദ്രൂരി മറ്റെന്താ പറയുക, തീർത്ഥയാത്രക്കും വിളിച്ചു വരുത്തിയിട്ട് പറയണത് എന്താണ്? എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും, ആ ഗുരുവിനെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ഈ ആൾക്കാർ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? ഗുരുവിന് വേണ്ടി കർമ്മം ചെയ്യാനും അതിന് വേണ്ടിയാണ്. അവിടെ പോയ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞാണ്, നമ്മൾ അവിടെ അജണ്ട ഇതായിരുന്നു, പക്ഷെ നമ്മൾ ഗുരുവിൻ്റെ വേണ്ടി കർമ്മം ചെയ്യാൻ പോയതാണ്. 2 മണിയാകാറായിട്ടും പിടിച്ചിരുത്തിയാണ് ഈ ചൈതന്യം എന്ന് പറഞ്ഞാണ്. ഗുരുസ്ഥാനിയാണ്. ഇപ്പം ഞാൻ വിടാം, ഇപ്പം കഴിക്കാൻ നമുക്ക് ഭക്ഷണം. അവസാനം ആൾക്കാർ എഴുന്നേറ്റ് പോയപ്പോൾ പുള്ളി പറഞ്ഞു ശരി ഞാൻ നിർത്തിയാണെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ടാർജറ്റ് ഉണ്ട് ഇവിടെ കള്ളം പറയാനായിട്ടെന്ന് വെച്ചാൽ ഈ അമൃതാചാര്യനെ പ്രൊമോട്ട് ചെയ്ത് ഗുരുരത്നെയും പ്രൊമോട്ട് ചെയ്ത് പറയാനായിട്ട് ഒരു സ്പെഷ്യൽ വിങ് തന്നെയുണ്ട്. അവരെ നിയോഗിച്ചേക്കാണ് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഗുരുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ പുട്ടിന് പീര തിരിക്കും പോലെ ഇതിങ്ങനെ തിരികെ വെക്കും. മനസ്സിലായി? അതൊരു പ്രത്യേക അജണ്ടയാണ്. വാക്കുകൂടി കേൾക്കും. ഗുരുവിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യമാണ്. ഒരു അസുലഭ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം ഗുരുവിൻ്റെ 100ാമത് ജന്മജയന്തി, അത് ജന്മശതാബ്ദി. ഈ കുടിലതകൾക്കെല്ലാം ഒരു അന്ത്യം വരുന്ന ഒരു സമയം കൂടിയാണ്. മനസ്സിലായില്ലേ? ഇവരുടെ ഇനി ഇല്ലീഗൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു കാര്യങ്ങളും നടക്കാത്ത രീതിയിൽ ഗുരുവിൻ്റെ 100ാമത് ജയന്തി ദിവസം തന്നെ ഗുരു അത് കറക്റ്റ് ചെയ്യും. ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഗുരുവിൻ്റെ 100ാമത് ഈ പ്രസ്ഥാനത്തിന് വന്ന അപജയം അതിലാളിൽ എത്ര എണ്ണം ഉണ്ടെന്നോ ഒന്നുമല്ല, അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. കാരണം ഗുരു എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി വേല ചെയ്യാൻ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാകണമെന്നാണ് പറഞ്ഞു. ആ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അവർ അത് തിരുത്താനായിട്ട് ഉപകരണങ്ങളാണ്. അതിലെന്ത് സംഭവിച്ചാലും ശരി അതിൽ ഉപകരണങ്ങളായി മാറുക തന്നെ ചെയ്യും. മനസ്സിലായോ? അല്ലാതെ ഇവരുടെ കാപട്യം കുറച്ച് ആൾക്കാരെ കുറച്ച് നാൾ പറ്റിക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ ഒരുപാട് നാൾ പറ്റിക്കാൻ പറ്റില്ല. അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ഗുരുവിൻ്റെ നന്മ ഈ ലോകത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി എത്ര ഇവരില്ലായ്മ ചെയ്താലും അത് പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ലോകത്തിന് ഉതകുക തന്നെ ചെയ്യും. നല്ല കുട്ടികൾ ജനിച്ച് ഈ ലോകം നന്മയുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതിനുവേണ്ടിയാണ് ഗുരുവിൻ്റെ ശിഷ്യരും ഭക്തരുമായ നമ്മൾ നിയോഗിതരായിരിക്കുമെന്ന് ഉറച്ച വിശ്വസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം 100ാമത് ജയന്തിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുകയും ഈ വർഷം കേൾക്കുകയും ചെയ്യാം. അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള പദ്ധതികളും എല്ലാം നടന്നു വരികയാണ്. അത് പൂർണ്ണരൂപം എത്തിക്കഴിയുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പോൾ അത് തന്നെയല്ല, മറ്റൊട്ടനവധി കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഇപ്പം ഈ സാത്താൻ്റെ വേദോപദേശം കേട്ടിട്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത്.
മറ്റൊരു കാര്യമല്ല, പറയുക മാത്രമല്ല, നമ്മൾ ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നിയമപരമായിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പൊതുമധ്യത്തിൽ പറയുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സദ്വേഷണം. ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ളത് തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു. അവൻമെൻ്റ് ഇല്ല പിന്നെ. അതായത് ഇപ്പം 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഗൃഹസ്ഥാശ്രമിക്കും. ഈ പറഞ്ഞവർക്ക് ഒരു ഇഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേരെ തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ട്, മനസ്സിലായില്ലേ? ഇല്ല, എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരുശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട്, ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുകയാണ്. അത് സംഘം എന്നർത്ഥം. ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനോട് സന്യാസിമാരുടെ വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങളോട് തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്ക് അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും.